ഡിഫൻസ് എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പുഞ്ചപ്പടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ ഫ്രീ റിവിഷൻ ക്ലാസ്സിൽ ആൻഷ്യന്റ് ഹിസ്റ്ററിയുടെ രണ്ടാമത്തെ ക്ലാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. മുമ്പ് നമ്മൾ ഓൾറെഡി ആർട്ട് ആൻഡ് കൾച്ചറിന് 5 ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ആൻഷ്യന്റ് ഹിസ്റ്ററിയുടെ ഒരു ക്ലാസ്സും കഴിഞ്ഞ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുവരെയുള്ള ക്ലാസ്സുകൾ കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ തന്നെ ആ MP ടോക്സ് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകളും വീഡിയോസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ ആർട്ട് ആൻഡ് കൾച്ചർ, ആൻഷ്യന്റ് ഹിസ്റ്ററി അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരൊറ്റ ലിങ്കിൽ എല്ലാ സബ്ജക്റ്റും ആ ഒരു സബ്ജക്റ്റിന്റെ എല്ലാ വീഡിയോസും കിട്ടുന്ന രീതിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ ബേസ് നമ്മൾ ക്ലാസ് പോകുന്നത് അതിന്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് ടെലിഗ്രാം ചാനലിലൂടെയാണ്. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരെങ്കിൽ ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. നമുക്ക് ഇന്ന് ആൻഷ്യന്റ് ഹിസ്റ്ററിയുടെ ബാക്കി കാര്യങ്ങളാണ് നോക്കാനുള്ളത്. അപ്പൊ അതിന് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഇതിപ്പോ ഫ്രീ ക്ലാസ് ആണ്. ചെറിയ പേയ്മെന്റിൽ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രിലിംസ് കം മെയിൻസ് PCM ഫൗണ്ടേഷൻ പ്ലസ് PCM എന്നുള്ള ബാച്ച് നടക്കുന്നുണ്ട്. എല്ലാ ക്ലാസ്സുകളും ഏറ്റവും ബേസിക് കാര്യങ്ങൾ മുതൽ PCM വരെ, പ്രിലിംസ് കം മെയിൻസ് വരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കുന്ന പ്രോഗ്രാമാണ്. താല്പര്യമുള്ള ആളുകൾക്ക് ഉള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് സെൽഫായിട്ട് പഠിക്കുകയാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫ്രീ ക്ലാസ്സുകൾ കണ്ടുകൊണ്ട് സെൽഫായിട്ട് പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷേ കൂടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് മോണിറ്ററിംഗ് ചെയ്തു പോകാൻ, വ്യക്തമായ ട്രാക്കിലൂടെയാണോ പഠിത്തം കൊണ്ടുപോകുന്നതെന്ന് അറിയാൻ വേണ്ടി ഒരു മെന്റർ സഹായം ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽ മെന്ററിംഗ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, ചില ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് ഒരുപാട് ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്. നമ്മളത് ചിലത് എനിക്ക് തോന്നുന്നത് ഏതൊരു നോട്ടിൽ നമ്മൾ ഇൻസ്ക്രിപ്ഷൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രം ഉണ്ട് എന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഞാൻ അതിന്റെ ഒരു സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. പിന്നെ ന്യൂസിൽ ചില ഇൻസ്ക്രിപ്ഷൻസ് വരുമ്പോൾ അത് ഇമ്പോർട്ടന്റ് ആവും കേട്ടോ. ഇനിയിപ്പോ ഇമ്പോർട്ടന്റ് അല്ലാത്തൊരു സാധനം ന്യൂസിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ഇമ്പോർട്ടന്റ് ആവും, അത് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാനുള്ളത് മൗര്യൻ ഏജ് ആണ്. അപ്പൊ നമ്മള് പ്രീ ഹിസ്റ്റോറിക് അതല്ലെങ്കിൽ പാലോലിത്തിക് എന്ന് തുടങ്ങിയിട്ട് ഇപ്പം സംഘം ലിറ്ററേച്ചർ വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട്. കാണാത്ത ആളുകളുണ്ടെങ്കിൽ അത് കാണണം കേട്ടോ. ഇനി മൗര്യൻ ഏജിലേക്കാണ് പോകുന്നത്. മൗര്യൻ ഏജ് എന്ന് പറയുമ്പോൾ ഏകദേശം ഉണ്ടോ, നമ്മൾ 600 BC വരെയാണ് വേദിക്ക് വരുന്നത്. സോറി, മൗര്യനിലേക്ക് വരുന്നതിന് മുന്നേ മൗര്യൻ കാലഘട്ടം ഇവിടെ വരാൻ പോകുന്നുണ്ട്. അതിന്റെ മുന്നേ ഇവിടെ എന്തുണ്ട്, നമ്മുടെ ജനപദാസ് ഉണ്ട്. ജനപദാസ് പ്രീ മൗര്യൻ ഏജ് ആണ് നോക്കുന്നത്. പ്രീ മൗര്യൻ ഏജ് എന്ന് പറയുമ്പോൾ മൗര്യന്റെ കുറച്ച് മുന്നേ ജനപദാസ് ആണ്. ഇപ്പൊ നമ്മള് തുടങ്ങിയത് 1000 അങ്ങോട്ടൊക്കെ ഉള്ള ഞാൻ വിട്ടു. പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്നുള്ള ഒരു കാലഘട്ടം നമുക്ക് പറയാം. ഒരു 5000 വരെ പ്രീ ഹിസ്റ്റോറിക് ആണ്. എത്ര അവിടുന്ന് ആയാലും പ്രശ്നമില്ല. 2 ലക്ഷം മുതലോ അങ്ങോട്ടൊക്കെ പറയാം. 5000 മുതൽ ഇതാണെങ്കിൽ പിന്നെ ഒരു 5000 കഴിഞ്ഞ് ഒരു 3000 വരെ ചാക്കോലിത്തിക് കാലഘട്ടം വരുന്നുണ്ട്. ആ 3000 മുതലുള്ള കാലഘട്ടമാണ് എന്ത് ചെയ്യുന്നത്, 3K താഴോട്ട് കുറഞ്ഞു കുറഞ്ഞു വരികയാണല്ലോ, അറിയല്ലോ. ഈ ക്രോണോളജി ഒരു ഐഡിയ ഉണ്ടായാലും എപ്പോഴും നല്ലതാണ് കേട്ടോ. 3K മുതൽ ഏകദേശം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിച്ചത് ഒരു 1500 അല്ലെങ്കിൽ 1300 വരെ, 1500 കണക്കൂട്ടാം. 1500 വരെ നമ്മളിപ്പോ പഠിച്ചത് ഹാരപ്പൻ കാലഘട്ടമാണ്. ഹാരപ്പ ചാൽക്കോലിത്തിക്കിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ്. 1500 മുതൽ 900 വരെ, 900 മുതൽ 600 വരെ എന്ത് ചെയ്യുന്നുണ്ട്, വേദിക്കാണ്. ഇതില് ഇവിടെ 900 ഉണ്ട്. ഇതിൽ ഋഗ്വേദാണ്. ഇത് ഈ ഋഗ്വേദന്റെ കാലഘട്ടം, ഏർലി വേദിക്, ലേറ്റർ വേദിക് എന്ന് പറയും. അങ്ങനെ 2 വേദിക് തന്നെയാണ്. ഈ 600 മുതലുള്ള കാലഘട്ടമാണ് ഏകദേശം 400 BC വരെ എന്ന് പറയുന്നത് എന്താണ്, ജനപദാസിന്റെ കാലഘട്ടമാണ്. മൗര്യൻ തുടങ്ങുന്നേ ഉള്ളൂ, ജനപദ. അപ്പൊ ഈ കാലഘട്ടം വേദിക്കിന് ശേഷം ഓരോ ജനങ്ങൾ എന്ത് ചെയ്യാൻ, ഓരോ വീട്, പിന്നെ ഒരുപാട് വീടുകൾ കൂടിയിട്ടുള്ള ഒരു കൂട്ടം, അങ്ങനെ ഒരുപാട് അത് കൂടിയിട്ടുള്ള ഒരു ഗ്രാമം, പിന്നെ ഒരുപാട് ഗ്രാമങ്ങൾ കൂടിയിട്ടുള്ള എന്താണ് ജനപദാസ്. ഓക്കെ, ജനപദാണ് വലിയൊരു നമുക്ക് ഇന്നത്തെ ഒരു ഡിസ്ട്രിക്ട് ലെവലൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാം, അങ്ങനെ നമുക്ക് മനസ്സിലാൻ വേണ്ടി. പിന്നെ അത് ഒരുപാട് ജനപദാസ് കൂടിയിട്ട് ജനപദാസ് ഒരുപാടുണ്ട്. ഈ ജനപദാസിൽ പ്രധാനപ്പെട്ട ജനപദാസിനൊക്കെ ഇങ്ങനെ ചിലപ്പോൾ അടുത്തുള്ള ശക്തിയുള്ള ആളുകൾ കീഴടക്കും. എന്നിട്ട് വലിയൊരു ജനപദം, അതിന് മഹാജനപദ. അങ്ങനെ 16 മഹാജനപദാസ് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഈ 16 മഹാജനപദാസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 ആളായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നുണ്ട്. ഏറ്റവും പവർഫുൾ ആയിട്ട് 4 ആൾ വരുന്നുണ്ട്. ഈ 4 ഒന്ന് പവർഫുൾ ആയിട്ട് വരുന്നത് അതാണ് മൗര്യ. ഓക്കെ, മഗധ അല്ലെങ്കിൽ മഗധ എന്ന് പറയാം. മഗധ ഈ മഗധയാണ് ഏറ്റവും പവർഫുൾ ആയിട്ട് എല്ലാവരും തോൽപ്പിച്ച് ഒറ്റ വലിയൊരു എംപയർ ആയിട്ട് മാറി. ഈ മഗധയിൽ ഭരിക്കുന്ന ആളുകളാണ് പല ഡൈനാസ്റ്റീസ് വരുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡൈനാസ്റ്റിയാണ് മൗര്യൻ കാലഘട്ടം. പിന്നെ അവിടെ ഗുപ്ത ഒക്കെ വരുന്നുണ്ട്. അതാണ് പ്രീ മൗര്യൻ ഏജ് ഓഫ് മഹാജനപദാസ് എന്ന് പറയും. ഒരു 400 BC വരെ ഇവിടെ ഉണ്ടാവുന്ന എന്താണ്, ആ സംഗതികളാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോ ജനപദാസിന്റെ കാലഘട്ടം എന്ന് പറയുന്നുണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്, ജനപദാസ്
കുറച്ചുകൂടി എന്ത് എക്സ്പാൻഡ് ചെയ്തിട്ടാണ് നമുക്ക് എന്തായിട്ട് മാറുന്നത്, ജനപദാസ് കൂടിയിട്ട് അല്ലെങ്കിൽ ഒരുപാട് ജനപദാസ് കൂടിയിട്ടാണ് മഹാജനപദാസ് ആയിട്ട് മാറുന്നത്. പിന്നെ അതുപോലെ തന്നെ അങ്കുട്ട നിക്കായയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ മഹാജനപദാസിനെ കുറിച്ച് പറയുന്ന ഒരു ജൈൻ ടെക്സ്റ്റ് ആണ്. അതിൽ മഗധ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നുപാടെ വലുതായിട്ട് മാറുന്നുണ്ട്. മഗധ പിന്നെ ഒരു എംപയർ ആയിട്ട് മാറാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട്. കാരണം ഉള്ള ജനപദാസിൽ തന്നെ ഏറ്റവും വലിയ പവർഫുൾ ആണ് മഗധ. മഗധക്ക് ഒരുപാട് ബെനിഫിറ്റ്സുകൾ ഉണ്ട്, ജോഗ്രഫിക്കലായാലും എക്കണോമിക്കലായാലും അതൊക്കെ ഉപയോഗപ്പെടുത്തി അവർ പവർഫുൾ ആയിട്ട് മാറുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിൽ ജൈനിസം ബുദ്ധിസം പോലത്തെ മൂവ്മെന്റുകൾ ഉണ്ടാവുന്നത്. അപ്പം ജനപദാസുമായി ബന്ധപ്പെട്ട് ഓരോ ജനപദാസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന റിലീജിയൻ ബുദ്ധിസം ജൈനിസം ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ സമയത്ത് ഒരുപാട് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്, അർബൻ സെന്റേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. വീണ്ടും അർബൻ സെന്റേഴ്സ് വരാൻ തുടങ്ങി. ഫസ്റ്റ് നമ്മൾ അർബൻ സെന്റേഴ്സ് കണ്ടത് ഹാരപ്പയിലാണ്, പിന്നീട് ഡിക്ലൈൻ ആയി വില്ലേജ് സ്റ്റൈലാണ് വേദിക്കിൽ വരുന്നത്. പിന്നെയും അടുത്ത വീണ്ടും എന്ത് ചെയ്യാണ്, ഇവിടെ വീണ്ടും അർബൻ സെന്റേഴ്സ് ഡെവലപ്പ് ആവുകയാണ്. കോയിൻസ് ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിലാണ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ച് മാർക്കഡ് കോയിൻസ് കാണുന്നത്. നമ്മൾ ഹാരപ്പയിൽ കോയിൻസ് നമ്മൾ കണ്ടില്ലല്ലോ, സീലൊക്കെ ഉണ്ടെങ്കിലും. പിന്നെ അയൺ ടൂൾസ് നന്നായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ഓൾറെഡി വേദിക്കിൽ തന്നെ അയൺ ടൂൾസ് വരുന്നുണ്ടെങ്കിൽ കൂടിയും ഇവിടെ ലാർജ് സ്കെയിൽ യൂസ് ഓഫ് ദി അയൺ ടൂൾസ്. അപ്പൊ അയൺ ടൂൾസ് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് മണ്ണ് നന്നായിട്ട് ഉഴുതെടുക്കാനും കൃഷി കൂട്ടാൻ പറ്റും, സ്പ്രെഡ് ഓഫ് അഗ്രികൾച്ചർ. പിന്നെ പോട്ടറി ഒക്കെ എന്ത് ചെയ്യും, നോർത്ത് ബ്ലാക്ക് പോളിഷ്ഡ് പോട്ടറീസ് ഒക്കെ വരാൻ തുടങ്ങുന്നുണ്ട്. പിന്നെ ഈ സമയത്ത് നമ്മൾ മുമ്പത്തെ സ്ക്രിപ്റ്റ് ഉണ്ട്, പിന്നെ ഏത് ഹാരപ്പന്റെ കാലഘട്ടത്തിൽ സ്ക്രിപ്റ്റ് ഉണ്ട്, പക്ഷെ നമുക്ക് എന്ത് ചെയ്തില്ല, അത് വായിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇവിടെ ഉള്ള സ്ക്രിപ്റ്റ് നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട്. ബ്രാഹ്മി സ്ക്രിപ്റ്റ് ആണ്. പിന്നീട് നമ്മൾ കുറെ കാലം വായിക്കാറില്ലായിരുന്നു, പിന്നീട് യൂറോപ്യൻസ് ഒക്കെ വന്ന് അതിനെ കുറിച്ച് പഠിച്ച് അവർ വായിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ സമയത്ത് ഈ കാലഘട്ടത്തിൽ നമുക്ക് വ്യക്തമായ ഒരു ചരിത്രം രേഖകൾ നമ്മളെ കയ്യിലുണ്ട് കേട്ടോ. പിന്നെ ടാക്സേഷൻ ഒക്കെ തുടങ്ങി, ഓക്കെ, സ്റ്റേറ്റിന്റെ. പിന്നെ അതുപോലെ തന്നെ സമയത്ത് സ്ത്രീകളുടെ സിറ്റുവേഷൻ വീണ്ടും ഡീഗ്രേഡ് ചെയ്യുന്നതാണ് കാണുന്നത്. ഓക്കെ, ഇങ്ങനെയൊക്കെ ഡെവലപ്പ് ആവുന്നുണ്ടെങ്കിൽ കൂടിയും കാസ്റ്റ് സിസ്റ്റവും സ്ത്രീകളോടുള്ള വിവേചനവും ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബുദ്ധ ജൈന ഓർഡറിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നീട് ബെറ്റർ ആവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കാസ്റ്റസ് ഒക്കെ ഈ സമയത്ത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അൺടച്ചബിലിറ്റി വീണ്ടും ശക്തിയാവുന്നൊക്കെ ഈ സമയത്താണ്. അപ്പൊ ഒരു സൈഡിലൂടെ ഒരുപാട് ബെനിഫിറ്റുകളും ഗുണങ്ങളും ഉണ്ടാവുന്നുണ്ടെങ്കിൽ കൂടിയും ഒരു സൈഡിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് സോഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഇന്ത്യയിൽ അപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഒരുപാട് ജനപദാസ് ഉണ്ട്. ജനപദാസ് ഒരുപാട് വീടുകൾ കൂടിയതാണ് ജനപദാസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാടുകളൊക്കെ കൂടിയത്. അതിൽ തന്നെ ജനപദാസിൽ ഏറ്റവും പവർഫുൾ ആണ് മഹാജനപദാസ്. അതിൽ അങ്ങനെ 16 മഹാജനപദാസ് ഉണ്ടായിരുന്നത്. ഈ മഹാജനപദാസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇന്ന് കാണുന്ന ഒരു സ്റ്റേറ്റിന്റെ വലുപ്പമോ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ വലുപ്പം വേണമെങ്കിൽ പറയണമെന്നില്ല, കാരണം ബീഹാറിലൊക്കെ 2-3 ജനപദാസ് മഹാജനപദാസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇന്ത്യയിൽ അന്ന് പ്രധാനമായിട്ട് 16 മഹാജനപദാസ് ആണ് ഉള്ളത് കേട്ടോ. 16. ഇത് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ മൊണാർക്കി തന്നെയാണ്, രാജഭരണം പോലത്താണ്, അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ ആണ്. എല്ലാ മൊണാർക്കി എന്ന് പറയണ്ട. പിന്നെ അതുപോലെ തന്നെ അതിൽ ചില സ്റ്റേറ്റ്സ് കുരു, വൃജി, മല്ല, അങ്ങനത്തെ കമ്പോജി ഒക്കെ എന്ത് റിപ്പബ്ലിക്കൻ സ്റ്റേറ്റ്സ് ആയിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗണപരിഷത്ത് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. ഓക്കെ, ഗണപരിഷത്ത് എന്ന് പറയുന്നത് സീനിയേഴ്സിന്റെ ഒരു അസംബ്ലിക്ക്, അവരൊക്കെ ആയിരുന്നു കാര്യങ്ങൾ, സുപ്രീം അതോറിറ്റി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത്. അപ്പൊ അന്ന് തന്നെ ഒരു തരത്തിലുള്ള ഡെമോക്രസിയും റിപ്പബ്ലിക്കും ഇന്ത്യയിൽ തുടങ്ങി നമുക്ക് വേണമെങ്കിൽ പറയാം. ജനപദാസിന്റെ കാലഘട്ടത്തിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് 16 മഹാജനപദാസ്. അല്ലെ ഏതൊക്കെ സ്റ്റേറ്റ്സിലെ കിടക്കാൻ നോക്ക്. ബീഹാറിലുണ്ട് 3 മഗധ, അങ്ക, വൃജി. ഉണ്ടോ, ഒരു സ്റ്റേറ്റിൽ 3 ഉണ്ട്. കേരളത്തിന് ഇത്ര വലിപ്പമുള്ളതാണ്. യു പിയിൽ നോക്ക്, 6 ഉണ്ട്. കാശി, കോസൽ, മല്ല, വത്സ, കുരു, പാഞ്ചാൽ, സുർസേന, ചെടി. ഓക്കെ, നോക്ക്, ഇത്രയും സ്റ്റേറ്റുകളുണ്ട്. മധ്യപ്രദേശിലാണ് അവന്തി ഉള്ളത്, രാജസ്ഥാനാണ് മത്സ്യ ഉള്ളത്, സൗത്ത് ഇന്ത്യയിലാണ് അസ്മക്. അസ്മക് ആയിരിക്കും ഏറ്റവും സൗത്തിൽ ഉണ്ടാവുക അല്ലെ. ഏറ്റവും നോർത്തിലുണ്ടോ കമ്പോജ് ഉണ്ട്, ഏറ്റവും ഈ വെസ്റ്റില് ഗാന്ധാർ ഉണ്ട്. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അങ്ക ഉണ്ട്, അങ്ക ഏറ്റവും ഈസ്റ്റില്. ഈ 4 നോക്കി വെക്കണേ. ഇതിലുണ്ടോ മഗധയാണ് ഇവിടെ, മഗധ ഇവിടെ, ഇതാണ് മഗധ.
മഗധയാണ് ഇതിൽ ഏറ്റവും പവർഫുൾ ആയിട്ട് വരുന്നത്. കുറച്ചുകൂടെ മോൾക്കാണ് താഴത്തെ ടബിൽ കൊടുത്ത് കാണുന്നത്. ഓക്കെ, അതാണ് ഏറ്റവും പവർഫുൾ ആയിട്ട് വരാൻ പോകുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം പ്രത്യേകതകളെ. പിന്നെ പോലെ തന്നെ കംബോജ, രാജ്പൂർ ആണ് ക്യാപിറ്റൽ ആയിട്ട് വരുന്നത്. അഫ്ഗാനിസ്ഥാനും കുറച്ച് ജമ്മു കാശ്മീരൊക്കെ അടങ്ങുന്നതാണ്. അസ്മകാസ് അല്ലെ എന്ന് പറയുന്നത് പൊറ്റാനകളാണ്, പൊറ്റാലി എന്നൊക്കെ പറയുന്നത്. പിന്നെ റിവർ ഗോദാവരിന്റെ അവിടെയൊക്കെ ഉള്ളത് മഹാരാഷ്ട്ര റീജിയനിലൊക്കെയാണ്. വഡ്സ് ഉള്ളത് കൗസംബിയാണ് അതിന്റെ ക്യാപിറ്റൽ കേട്ടോ. മൽവ ആ റീജിയൻ മധ്യപ്രദേശിലൊക്കെയാണ് വരുന്നത്. പിന്നെ പോലെ തന്നെ അവന്തി, ഉജ്ജയിനി ഒക്കെയാണ് അതിന്റെ ക്യാപിറ്റൽ ആയിട്ട് വരുന്നത് കേട്ടോ, അറിഞ്ഞിരിക്കുക. പിന്നെ അതുപോലെ തന്നെ സുർഷേന എന്ന് പറയുന്നത് മധുരയിലാണ്. പിന്നെ ചെടി എന്നുള്ളത് മധുരയിൽ അതിന്റെ ക്യാപിറ്റലാണ് മധുര. പിന്നെ പോലെ തന്നെ സുക്തിമാത്തി പേരൊക്കെ നോക്കിക്ക. മല്ല, കുശിനര, പാവ എന്നൊക്കെ ക്യാപിറ്റലാണ്. കുരു, ഹസ്തനിപുര, ഇന്ദ്രപ്രസ്ഥാദിക്കാണ് അതിന്റെ ക്യാപിറ്റൽ. പിന്നെ ട്രൈബൽ പൊളിറ്റി ആണ്. പിന്നെ പാഞ്ചാല കേട്ടോ, അയച്ചത്ര. പിന്നെ അതുപോലെ തന്നെ മോഡേൺ കംബ്ലി നമ്മുടെ ട്രൈബൽ പൊളിറ്റി ആണ്, ഫറൂഖാബാദ് ഡിസ്ട്രിക്റ്റിലൊക്കെ ഉള്ള. മത്സ്യ നോക്കി വെക്കുക, വിരാട് നഗരിയാണ് ക്യാപിറ്റൽ. മോഡേൺ ജയ്പൂർ റീജിയനിലൊക്കെയാണ്. വജ്ജി എന്നുള്ളത് വൈശാലിയാണ് ക്യാപിറ്റൽ. ഗാന്ധാര ടാക്സിലാണ് ക്യാപിറ്റൽ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അങ്ക, ചമ്പയാണ് ക്യാപിറ്റൽ. കാശി, ബനാറസ് ആണ് ക്യാപിറ്റൽ. ഇതൊക്കെ 16 മഹാജനപദാസ് ആണ്, പേരെന്ന് അറിഞ്ഞിരുന്നായി. കോശല, ശ്രവസ്തിയാണ് ക്യാപിറ്റൽ. പിന്നെ പോലെ തന്നെ അയോധ്യ ഓൺ ദ സരയു ആ റിവറിന്റെ അവിടെയൊക്കെയാണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഗോണ്ട ഒക്കെ നോക്കി കേട്ടോ, ഉത്തർപ്രദേശിലുള്ളത്. മഗധ മഗധ മോഡേൺ രാജഗൃഹയാണ് അതിന്റെ ക്യാപിറ്റൽ ആയിട്ട് വരുന്നത്. മോഡേൺ പാട്നയാണ് മഗധ എന്ന് പറയുന്നത്. ഇന്നത്തെ ബീഹാറിലൊക്കെ കിടക്കുന്നത് ബീഹാറിലാണ്. അപ്പൊ നമ്മൾ നേരത്തെ പിക്ചറിൽ കണ്ട കുറച്ച് അടിയില്ലട്ടല്ലേ, ബീഹാറിലാണ്. പിന്നെ അതുപോലെ തന്നെ റിവർ ഗംഗയും ഒക്കെ കാണാൻ പറ്റും. സോൺ റിവറും ഗംഗ റിവറൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, വർണ്ണ സിസ്റ്റം ഉണ്ട്, ഫോളോ ചെയ്തിരുന്നില്ല എന്ന് അറിഞ്ഞിരിക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു ചിമ്പോട്ടൊക്കെ അതിനുണ്ട്. പിന്നെ ഗയ, ബുദ്ധൻ എന്ത് ചെയ്യുന്നുണ്ട്, എൻലൈറ്റ്മെന്റ് കിട്ടിയതൊക്കെ ഈ ഏരിയ ഇവിടുന്നാണ്. അപ്പൊ ബുദ്ധയുമായിട്ടൊക്കെ ഈ സ്വാഭാവികമായിട്ട് ഈ മഗധ ബുദ്ധ ബന്ധപ്പെട്ട ഒരു ഡൈനാസ്റ്റി ആയിരിക്കും മഗധ. മഹാജനപദാസ് പീരീഡിനെ കുറിച്ചുള്ള കാലഘട്ടം നോക്കുകയാണെങ്കിൽ എക്കണോമിക് എന്നാണ് ഓരോ മഹാജനപദാസിന്റെ കാലഘട്ടമാണ് നോക്കുന്നത്. മൗര്യന്റെ കുറച്ച് മുന്നേ, മൗര്യയിലേക്ക് വരുന്നേ ഉള്ളൂ. അപ്പൊ ആ അന്നത്തെ കാലഘട്ടം നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അർബൻ സെറ്റിൽമെന്റ് കാണാൻ പറ്റും, മെർച്ചൻസും അങ്ങനത്തെ ആളുകളൊക്കെ ഉള്ളത്. പിന്നെ ഈ ഒരു ഗിൽഡ് സിസ്റ്റം ഉണ്ട് കേട്ടോ, അതിന്റെ ഇതോട്ടേക്കണേ. ഈ ഒരു എന്താണ് സാർത്ത സിസ്റ്റം ഗിൽഡ് എന്ന് പറയുന്നത് അതിനെന്താണ്, നമ്മുടെ ഗിൽഡ് സിസ്റ്റത്തെ പറയുന്ന പേരാണ്. ശ്രേണി എന്നൊക്കെ തമിഴ്നാട് ഒരു സംഘലൊക്കെ പറയാറുണ്ട്, സംഘത്തില് ഒരു ശ്രേണി ഗ്രൂപ്പ് എന്ന അർത്ഥത്തിലാണ്. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ട്രേഡ് ആൻഡ് ക്രാഫ്റ്റ് ഒക്കെ ഹെറിഡിറ്ററി ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ റിവേഴ്സിന്റെയും ട്രേഡ് റൂട്ടിലൊക്കെയാണ് പ്രധാനപ്പെട്ട സിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ട്രേഡ് അവിടെ ഒരു മണി ഉണ്ടായിരുന്നു, അത് നോക്കിയേക്കണേ. എന്റെ പേരാണ് നിഷ്ക, അവിടെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേദിക് ടെക്സ്റ്റിലൊക്കെ ആർക്കിയോളജി എവിഡൻസിലൊക്കെ കാണിക്കുന്ന രണ്ട് സറ്റമാണ്. പിന്നെ ഇതാണ് അന്ന് ഉപയോഗിച്ചിരുന്ന മണിയാണ്. പിന്നെ അഗ്രികൾച്ചർ ഉണ്ടായിരുന്നു, ഒരുപാട് ടൂൾസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്. ഇന്ന് കാണുന്ന പോലെ ഇതിലെ പാഡി ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നെല്ലൊക്കെ കണ്ടുകൊണ്ടും പറിച്ചു കൊണ്ടും നടൂലേ, ആ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ 1/6 എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നതിന്റെ 1/6 ടാക്സ് ആയിട്ടൊക്കെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. റിച്ച് പെസൻസിന് അറിയപ്പെടുന്ന പേരാണ് ഗൃഹപതീസ്. ഇവിടെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, ഗൃഹപതി എന്ന് പറയുന്നത് എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ടേം ഒക്കെ ചോദിക്കും, ആൻഷ്യന്റ് മെഡീവലൊക്കെ ടേമുകളൊക്കെയാണ് കൂടുതൽ ചോദിക്കാറ്. ഒരു ടേം ഇത് എന്താണ് ഉദ്ദേശിക്കുന്നതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. വെസ്സ എന്നുള്ളത് മെർച്ചന്റ് സ്ട്രീറ്റിനെ പറയുന്ന പേരാണ്, അറിഞ്ഞിരിക്കാം. പിന്നെ അതുപോലെ തന്നെ ബാലിസദകാസ് എന്ന് പറയുന്നത് പിന്നെ കമ്പൽസറി ടാക്സ് ആയിട്ടാണ് ഗോൾഡ് അതിനാണ് ബാലി എന്ന് പറയാം. പെസൻസിന്റെ അടുത്താണ്, വൈശ്യേസ് ആണ് പെസൻസ് ആയിട്ടുണ്ടായിരുന്നത്. അതാണ് എക്കണോമിക് അവസ്ഥ മഹാജനപദാസിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും.
ഓക്കെ, റെഡിയാണോ? പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കി. പിന്നെ നമ്മുടെ ഈ റിവിഷൻ ക്ലാസ് എന്ന് പറയുന്ന ഫ്രീ ക്ലാസ് ലൈവായിട്ട് കാണുന്നവരൊക്കെ മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. യൂട്യൂബ് ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഗ്രൂപ്പിൽ ഇടാറുണ്ട്. നിങ്ങൾ മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്യുക, പറ്റുന്നവരൊക്കെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ വെക്കാം. ഓക്കെ, സൊസൈറ്റി നോക്കുകയാണെങ്കിൽ സൊസൈറ്റിയുടെ അവസ്ഥ എന്താ ഉണ്ടായിരുന്നത്? പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, 3 ടൈപ്സ് ഓഫ് വില്ലേജിലായിരുന്നു താമസിച്ചിരുന്നത്. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഒരുപാട് കാസ്റ്റും കമ്മ്യൂണിറ്റീസ് ഒക്കെ ഒരുമിച്ച് താമസിച്ചിരുന്ന ഒരു ഇതിനെ പറയുന്ന പേരാണ്. പിന്നെ അതിന്റെ ഹെഡ് ചെയ്യുന്നത് ബോജഗാസ് ആണ് ഉണ്ടായിരുന്നത്. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് സബ് അർബൺ ആയിട്ടുള്ളതാണ്. അവിടെ ക്രാഫ്റ്റ് മാൻ ആയിരുന്നു കൂടുതൽ ഡോമിനേറ്റ് ചെയ്തിരുന്നത്. തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് വില്ലേജ് ആയിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കൺട്രി സൈഡിലൊക്കെ ഉള്ള പിന്നെ ഹണ്ടേഴ്സും ബാക്ക്വേർഡ് ലൈഫാണ് കമ്പാരിറ്റീവ്ലി അവർ വായിച്ചിരുന്നത്. പിന്നെ അതുപോലെ തന്നെ റൈറ്റിംഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ബുക്ക് കീപ്പിംഗ് വരുന്നത്, ട്രേഡും ടാക്സേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. ലോവർ വർണാസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഡിസ്ക്രിമിനേഷൻ സമയത്ത് നേരിടുന്നുണ്ട്, ഒരുപാട് പണിഷ്മെന്റ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് കൊടുക്കുന്നത് കാണാൻ പറ്റും പല കാര്യങ്ങളും. പിന്നെ ആർമി ഈ സമയത്ത് ഓരോ മഹാജനപദാസിനും ആർമിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ജഡഗാസ് ജാതക സ്റ്റോറി പറയില്ലേ, സ്റ്റോറീസ് ഓഫ് പ്രീവിയസ് ലൈഫ് ഓഫ് ബുദ്ധ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ലാൻഡ് ഗ്രാൻഡ്സ് ഒക്കെ കൊടുത്തായിട്ട് കാണുന്നുണ്ട്. കിങ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വാർലോഡ് ആയിട്ട് പറയുന്നത് കിങ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഒഫീഷ്യൽ ഏറ്റവും ഇന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും കിങ് ആണ് തീരുമാനിക്കുക, അപ്പൊ നീതിന്യായം പോലും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി മന്ത്രിമാർ അടങ്ങുന്ന ടീമുണ്ട്, മഹാമന്ത്രാസ് എന്ന് പറയും. പിന്നെ മിനിസ്റ്റർ ഉണ്ട്, മാർട്ടിൻ എന്നൊക്കെ പറയുന്നത് കേട്ടോ. മിനിസ്റ്റർ ഫംഗ്ഷൻസ് ആയിരുന്നു ഇവര് നടത്തിയിരുന്നത് മഹാമദ്രാസ്. പിന്നെ സേനാനായക ഉണ്ട്, കമാൻഡർ, ജഡ്ജ് ഉണ്ട്, ചീഫ് അക്കൗണ്ടന്റ് ഉണ്ട്, അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്ന് പറയുന്നത് ആയുക്താസ് എന്ന് പറയുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ വില്ലേജ് ഇവരുടെ അനദർ ക്ലാസ് ഓഫ് ദി ഓഫീസേഴ്സ് എന്ന് പറയുന്ന പേരാണ്. പിന്നെ അഡ്മിനിസ്ട്രേഷൻ വില്ലേജ് ഉണ്ടായിരുന്നു, അത് വില്ലേജ് ഹെഡ്മാന്റെ കീഴിലാണ് ഉണ്ടാവുക. ഗ്രാമപോചക എന്ന് പറയും, ഗ്രാമിണി, ഗ്രാമിക എന്ന പേരിലൊക്കെ അറിയപ്പെടും. പിന്നെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ലാർജ് പെർമനന്റ് ആർമി, സ്റ്റാൻഡിങ് ആർമി ഒക്കെ ഉണ്ടായിട്ട് പറയപ്പെടുന്നത്. ഇങ്ങനെ മഹാജനപദാസിന്റെ ഒരു അവസ്ഥയാണ് പറയുന്നത്. ഈ മഹാജനപദാസ് 16 എണ്ണം ഉണ്ട്. ഈ മഹാജനപദാസ് കൂടി ഇവര് ഏതെങ്കിലും മഹാജന വീക്കാവുമ്പോൾ ഒരാൾ അതിനെ കീഴടക്കുമല്ലോ. അങ്ങനെ കീഴടക്കി ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ എല്ലാം കൂടി ഒറ്റ ഒന്നായിട്ട് മാറുന്നുണ്ട്, ഒരു എംപയർ. അങ്ങനെ മഗധയാണ് അതിൽ സ്ട്രോങ് ആയിരുന്നത്. മഗധ എല്ലാവരെയും കീഴടക്കി ഒരു എംപയർ അവിടെ ഫോം ചെയ്യാണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ പിന്നെ അതുപോലെ തന്നെ 6th സെഞ്ചുറിയിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, കാശി, കോശല, മഗധ, വജ്ജിയ എന്ന് പറയുന്ന 4 എണ്ണാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാക്കി ഉണ്ടായിരുന്നത്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരുപാട് യുദ്ധങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ മഗധ ഏറ്റവും പവർഫുൾ ആയിട്ട് ഇന്ത്യയിൽ വരികയാണ്. എന്തുകൊണ്ട് മഗധ ഉയർന്നു വന്നു? മഗധന്റെ എല്ലാം കൊണ്ടും മഗധക്ക് ഭയങ്കര ഒരുപാട് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് അവിടെ ഉണ്ടായിരുന്നു. ഒന്ന് സ്ട്രാറ്റജിക് ജോഗ്രഫി ആയിരുന്നു. ഓക്കെ, രാജ്ഗീർ, പാടലിപുത്രന്റെ ആ ഒരു സ്ഥലത്താണുള്ളത്. അപ്പൊ അത് അവരുടെ മറ്റുള്ളവരിൽ എന്ത് ചെയ്യുന്നു, അവർക്ക് കൂടുതൽ സാധ്യത കൂട്ടി. 16 എണ്ണം പരസ്പരം ചുരുങ്ങി പോയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോലെ കീഴടക്കി 4 എണ്ണമായിട്ട് മാറി. ആ 4 എണ്ണമാണ് ഈ പറഞ്ഞത്, കാശി, കോശല, മഗധ, വജ്ജൈൻ. ഈ 4 എണ്ണത്തിൽ 3 എണ്ണത്തിനും കീഴടക്കി മഗധ ഏറ്റവും 1-ാം നമ്പറായിട്ട് മാറുകയാണ്. ചുരുക്കി പറഞ്ഞാൽ മഗധ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എല്ലാത്തിനും വെച്ച് നോക്കുമ്പോൾ. എന്തുകൊണ്ട് മഗധ ഇങ്ങനെ ഇതാവാൻ കാരണം ഒന്നെന്ന് പറയുന്നതിന്റെ സ്ട്രാറ്റജിക് ജോഗ്രഫിയാണ്. കാരണം രാജഗീറും പാടലിപുത്രന്റെ അടുത്താണ്. അത് മറ്റുള്ളവരൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ ആയിരുന്നു, മറ്റുള്ളവർക്ക് അത്ര പെട്ടെന്ന് കീഴടക്കാൻ പറ്റാത്ത സ്ഥലം. പിന്നെ അവിടെ ഒരുപാട് റിസോഴ്സ് ഉണ്ടായിരുന്നു, അയേൺ ഉള്ളതുകൊണ്ട് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റി, ആയുധങ്ങളൊക്കെ ഉണ്ടാക്കി അത് അവരെ സഹായിച്ചു. അലൂവിയൽ സോയിൽ ഉണ്ട്, റിസോഴ്സ് നോക്കുകയാണെങ്കിൽ നല്ല സോയിലാണ്, ഫെർട്ടിലിറ്റി കൂടും. അങ്ങനെ അഗ്രികൾച്ചർ അവിടെ ഫ്ലറിഷ് ആയി, അത് അവരുടെ എക്കണോമിക് സ്ട്രെങ്ത് ഉണ്ടായി. ഗാൻജറ്റിക് പ്ലെയിൻ ഒക്കെ അവരെ ഗുണം ചെയ്യുന്നുണ്ട്. പിന്നെ തൊട്ടടുത്ത് തന്നെ ഫോറസ്റ്റ് ഉണ്ട്, അവിടുന്ന് എലിഫന്റിനെ ഇവര് കണ്ടെത്തുന്നുണ്ട്, അത് എന്ത് ചെയ്യുന്നുണ്ട്, വോറിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മഗധൻ സൊസൈറ്റിയുടെ ഒരു പ്രോഗ്രസീവ് ആറ്റിറ്റ്യൂഡ്, അങ്ങനെ യുദ്ധം ചെയ്യാനും വിജയിക്കാനൊക്കെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടുള്ള ചില ഏരിയാസ് എപ്പോഴും വീക്കായി നിൽക്കുന്നതും ചില ഏരിയാസിലുള്ള ആളുകൾ പൊതുവെ കുറച്ച് ഫോർവേഡ് ആയിട്ട് വരുന്നതൊക്കെ ആ ഒരു സൊസൈറ്റിയിൽ
ഒരു ഏരിയയിലേക്കുള്ള ആളുകളുടെ ആറ്റിറ്റ്യൂഡ് എപ്പോഴും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ നമ്മളിപ്പോ സിക്കാർ ഇപ്പം ആർമിയിലൊക്കെ ഉള്ള ആളുകളെ ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ അറിയുമെങ്കിൽ സംസാരിക്കാൻ മനസ്സിലാക്കാൻ പറ്റും. സിക്കാർ പൊതുവെ ആ ഒരു ഫീൽഡിൽ അവർ ഭയങ്കര അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ആർമിയിൽ നിന്നൊക്കെ കൂടുതൽ ആൾക്കാർ സിക്കുന്നുണ്ടാവും. ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, പവർഫുൾ ആയിരിക്കും അവർ. ആ രീതിയിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് ഇമ്പോർട്ടന്റ് ആണ്. അത്തരത്തിലുള്ള പ്രോഗ്രസീവ് ആറ്റിറ്റ്യൂഡ്. പിന്നെ അതുപോലെ തന്നെ കോമ്പറ്റന്റ് ആയിട്ടുള്ള ആംബിഷ്യസ് റൂളേഴ്സ് അവിടെ വരുന്നുണ്ട്. ഒരുപാട് റൂളേഴ്സും ഇമ്പോർട്ടന്റ് ആണ്. ലൈക്ക് ബിംബിസാര, അജാതശത്രു, ഇങ്ങനത്തെ റൂളേഴ്സ് ഒക്കെ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ മഗധ ഏറ്റവും പവർഫുൾ ആയിട്ട് മാറുന്നുണ്ട്. അത് ഇവര് വരുന്നതിന് മുന്നാണ്. മൗര്യന്റെ മുന്നേ ആയിട്ട് ഡൈനാസ്റ്റി ഉണ്ട്. മഗധയിലുള്ള മൗര്യന്റെ മുന്നേ ഡൈനാസ്റ്റിയിൽ വരുന്ന ആളാണ് ബിംബിസാരൊക്കെ. ഓക്കെ, ഹാരിങ്കാസ് എന്നാണ് അവർ ആ ഡൈനാസ്റ്റി അറിയപ്പെടുന്നത്. ഹാരിങ്കാസിൽ ഇമ്പോർട്ടന്റ് റൂളറാണ് ബിംബിസാര. 542-493 വരെ ഉണ്ടോ. മൗര്യന്റെ കുറച്ച് മുന്നേ ചില റൂളേഴ്സ് ഭരിക്കുന്നുണ്ട്. ഒരു ഇമ്പോർട്ടന്റ് റൂളർ ആയിരുന്നു മഗധയിലുള്ള ബിംബിസാര എന്ന് പറയുന്നത്. ബുദ്ധിസ്റ്റിന്റെ പാറ്റേൺ ആയിരുന്നു കേട്ടോ, അറിഞ്ഞിരിക്കണേ. ഈ സമയത്തുള്ളവരൊക്കെ പൊതുവെ ബുദ്ധിസ്റ്റോ ജൈനീസോ ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ രാജഗൃഹ ആയിരുന്നു, അല്ലെങ്കിൽ ഗിരിവർജ് അല്ലെ, ഗിരിവർജ്. പിന്നെ അതുപോലെ തന്നെ സെനിയ എന്നൊക്കെ പറയുന്നുണ്ട് ആർമി. പിന്നെ അതുപോലെ തന്നെ ഡൈനാസ്റ്റിക് മാരേജ് ഒക്കെ അധികം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കണ്ടംപററി റൂളേഴ്സ് ആയിട്ടൊക്കെ കോശല വജ്ജിയായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മാരേജിലൂടെ അങ്ങനെ കിട്ടുന്നുണ്ട്, അങ്ങനെ അടുപ്പുണ്ടാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജീവക, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഫിസിഷ്യൻ ആയിട്ടുള്ള ജീവകനെ ഉജ്ജയിനിലൂടെ അദ്ദേഹം അയക്കുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി, അവന്തിയായിട്ടൊക്കെ. പിന്നെ അങ്ക മഹാജനപദാസിനോടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ അഗ്രേഷൻ ആണ് അദ്ദേഹം എടുക്കുന്നത്. അങ്ങനെ മഗധ അതിനെ അനക്സ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറിലൊക്കെ എന്ത് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഹാരിങ്കേസിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് റൂളറാണ് ബിംബിസാര. അതിന് മുന്നേ റൂളർ ഉണ്ടെങ്കിലും ബിംബിസാരാണ് പവർഫുൾ. പിന്നെ വരുന്ന മറ്റൊരു പവർഫുൾ റൂളർ അജാതശത്രു. ഓക്കെ, ഇദ്ദേഹത്തിന്റെ അച്ഛനെ തന്നെ കൊന്നിട്ട് എന്ത് ചെയ്യാണ് ഇദ്ദേഹം അധികാരം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ഇദ്ദേഹം ഒരു എക്സ്പാൻഷനിസ്റ്റ് പോളിസിയാണ് എടുക്കുന്നത്. അതിന് കോശലിനെയും വൈശാലിനെയും എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം തോൽപ്പിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട്. പിന്നെ അതുപോലെ രണ്ടുപേരും കണ്ടംപററീസ് ഓഫ് ബുദ്ധനെ, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, നോക്കി വെക്കണം. അത് അങ്ങനെ ചോദിക്കാം. അപ്പൊ നമ്മൾ കരുതി രണ്ടും ഉണ്ടാവില്ല എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പം സ്റ്റേറ്റ്മെന്റ് തെറ്റാന്നിടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ രണ്ടുപേരും ഹാരിങ്കാസിലെ രണ്ടാളും ബുദ്ധന്റെ കാലഘട്ടത്തിലുള്ള ആൾക്കാരാണ്, ബുദ്ധന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ആൾക്കാരാണ്. ആരൊക്കെ? അജാതശത്രു ആയാലും ബിംബിസാരായാലും. അശോകനൊക്കെ ബുദ്ധിസാന്നുള്ളൂ, ബുദ്ധനൊന്നും കണ്ടിട്ടില്ല. പിന്നെ അവിടെ തന്നെ ഉജ്ജയിൻ 460 BC 450. ബുദ്ധന്റെ കാലഘട്ടമൊക്കെ നോക്കി വെക്കണം ഏകദേശം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അത്ര വളരെ ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റികളുടെ അവരുടെ ജനനവും മരണവും കാലഘട്ടം വർഷമൊക്കെ അറിഞ്ഞിരുന്നാൽ ബന്ധപ്പെടുത്തിയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും. പിന്നെ ഉദയനാണ് പിന്നെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ മഹാംശ, ശ്രീലങ്കയിലെ ബുദ്ധിസ്റ്റ് ക്രോണിക്കിളാണ്, അതിലാണ് ഇതിൽ പറയുന്നത്. അജാതശത്രുവിന്റെ മകനാണ് കേട്ടോ. പിന്നെ 16 ഇയേഴ്സോളം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ക്യാപിറ്റല് ഗംഗന്റെ ബാങ്കിലോട്ട് പാടലിപുത്രയിലോട്ട് ആക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ലാസ്റ്റ് ആയിട്ടുള്ള ഹാരിങ്ക ഡൈനാസ്റ്റി റൂളറാണ് നാഗദർശൻ. അദ്ദേഹത്തിനെ തോൽപ്പിച്ചിട്ടാണ് അടുത്തൊരു ഡൈനാസ്റ്റി അവിടെ വരുന്നത്. രാജഗൃഹയിൽ ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 4 ബുദ്ധിസ്റ്റ് കൗൺസിൽ നോക്കി വെക്കണേ. രാജഗൃഹം തുടങ്ങിയിട്ട് ലാസ്റ്റ് കാശ്മീർ വരെ എത്തി നിൽക്കുന്നുണ്ട്. അർഷന്റെ കാലഘട്ടത്തിൽ വരെ അത് നോക്കി വെക്കണം. ആരാണ് ചെയർ ചെയ്ത്, ആരാണ് അത് റൂളർ പാട്രണൈസ് ചെയ്ത്, ആരാന്നൊക്കെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇദ്ദേഹത്തെ നാഗദാസകൻ, പിന്നെ അദ്ദേഹത്തെ തോൽപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ശിശുനാഗ വരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ശിശുനാഗ ഡൈനാസ്റ്റിയാണ് ശേഷം വരുന്നത്. അടുത്ത ഡൈനാസ്റ്റി ആര്യങ്കാസ് കഴിഞ്ഞ, ആര്യങ്കാസിലാണ് നമ്മുടെ അജാതശത്രു ബിംബിസാരൻ, വളരെ ഇമ്പോർട്ടന്റ് റൂളേഴ്സ് ആണ്. രണ്ടുപേരും ബുദ്ധന്റെ കണ്ടംപററീസ് ആണെന്നുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് അതിനെട്ടോ, അത് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ ശിശുനാഗ വരുന്നുണ്ട്. ശിശുനാഗന്റെ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, മഗധ അടുത്തൊരു ഒരാൾ ബാക്കിയുണ്ട്, അതാണ് അവന്തി അല്ലെങ്കിൽ ഉജ്ജയിൻ എന്ന് പറയും. അങ്ങനെ ക്യാപിറ്റൽ ആയിരിക്കും ഉജ്ജയിൻ. അവരെയും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, മറ്റുള്ള ജനപദാസിനെയും അങ്ങനെ തോൽപ്പിച്ച് ഏറ്റവും പവർഫുൾ ആയിട്ട് ആര് മാറി, മഗധ മാറുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്, വൈശാലിയിലോട്ട് മാറ്റും. നേരത്തെ പാടലിപുത്രൻ വൈശാലിയിലോട്ട് മാറ്റുന്നുണ്ട്.
പിന്നെ കാലശോക, അദ്ദേഹത്തിന്റെ മകനാണ് കാലശോക. ഈ ശിശുനാഗ ഡൈനാസ്റ്റിയിലുള്ള ആളാണ് കാലശോക, അറിഞ്ഞിരിക്കുന്നത്. അശോകനായിട്ട് ബന്ധമൊന്നുമില്ല, ഒരേ സ്ഥലത്ത് ഭരിക്കുന്നുള്ളൂ. കാലാശോക വീണ്ടും പാടലിപുത്രയിലേക്ക് തന്നെ മാറ്റുന്നുണ്ട്. ഈ കാലാശോകയാണ് സെക്കൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടത്തുന്നത്. അങ്ങനെയാണ് അവരുടെ ഇമ്പോർട്ടന്റ് കാലശോക. തേർഡ് നടത്തുന്നത് ഓൾറെഡി നമുക്ക് പഠിക്കാൻ പോകുന്നതാണ്, അശോകനാണ്. ഫോർത്ത് ഹർഷയാണ്. ആ ഒരു ഓർഡർ മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റത്തത് അജാതശത്രുവും ബിംബിസാരല്ലേ ഫസ്റ്റ് നമ്മള് അജാതശത്രുവും തുടങ്ങുന്നുണ്ട്. ഇത് ബുദ്ധിസ്റ്റ് കൗൺസിൽ എത്രാമത്തത്, ആര് നടത്തി, ഏത് വർഷം, എവിടെ സ്ഥലം? അറിഞ്ഞിരിക്കാം. ഇനി ഇവരെ തോൽപ്പിച്ചിട്ട് വരുന്ന, ശിശുനാഗാസിനെ തോൽപ്പിച്ചിട്ട് വരുന്ന ടീമാണ് നന്ദാസ്. പൊളിറ്റിയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. നന്ദാസ് എന്ന് പറയുന്ന മഹാപത്മ നന്ദയാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ അതുപോലെ തന്നെ ഹൂ വാസ് ഫ്രം ഒരു ശുദ്ര ലീനേജ് എന്ന് വരുന്നതാണ്. ശുദ്രവും ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. അവരാണ് നന്ദ ഡൈനാസ്റ്റി മഗധയിൽ വരുന്നത്. അപ്പൊ അടുത്ത ഡൈനാസ്റ്റി ആര്യൻഗ്യാസ്, ശിശുനാഗാസ്, നന്ദാസ്. പിന്നെ അതിൽ ഏറ്റവും മഹാപത്മ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രേറ്റ് കോങ്കർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ഈ ഏരിയ ഒക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുരാണാസക അദ്ദേഹത്തെ ഡിസ്ട്രോയർ ഓഫ് ഓൾ ക്ഷത്രിയാസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ. പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കരവേലന്റെയും പിന്നെ അതുപോലെ തന്നെ കലിംഗാസ്, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാശീസ്, പാഞ്ചാലാസ്, ക്ഷുവകാസ് അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നത് അദ്ദേഹം തോൽപ്പിച്ചാണ് അദ്ദേഹം വരുന്നത് കേട്ടോ. ഈ കലിംഗാസിനെ തോൽപ്പിക്കുന്നൊക്കെ ഹത്തിക്കുംബ ഇൻസ്ക്രിപ്ഷനിൽ പറയുന്നുണ്ട്. കരവേലന്റെ ഒരു ഇൻസ്ക്രിപ്ഷൻ ആണ്, അത് അറിഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ തന്നെ മൈസൂർ അദ്ദേഹം കൺട്രോൾ ചെയ്യുന്നുണ്ട്, അത് മൈസൂർ ഇൻസ്ക്രിപ്ഷനിൽ പറയുന്നുണ്ട് 12th സെഞ്ചുറിയിലുള്ള. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരുപാട് ജൈൻ മിനിസ്റ്റേഴ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, അതൊക്കെ അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ഇത്തരത്തിലുള്ള അദ്ദേഹത്തെ ഈ ജൈനിസത്തിലേക്കൊക്കെ എത്തിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട റൂളറാണ് നന്ദാസ്, ഗ്രേറ്റസ്റ്റ് റൂളറാണ്. പിന്നെ അതുപോലെ തന്നെ അതിലേറ്റവും വരുന്ന ഒരു റൂളറാണ് ധനനന്ദ. ഓക്കെ, ലാസ്റ്റ് നന്ദ റൂളറാണ്. പിന്നെ അതുപോലെ തന്നെ അലക്സാണ്ടറിന്റെ കേട്ടോ കണ്ടംപററി ആയിരുന്നു ഈ നന്ദ, അറിഞ്ഞിരിക്കണം, ധനനന്ദ. പിന്നെ നന്ദാസ് വീക്കായിട്ട് അൺപോപ്പുലർ ആയിട്ട് മാറി. പിന്നെ വരുന്ന റൂളേഴ്സ്, അവരെ തോൽപ്പിച്ചിട്ടാണ് പിന്നെ ആര് വരുന്നത്, ഈ മൗര്യം വരാൻ പോകുന്നത്, മൗര്യ ഡൈനാസ്റ്റി. ഓക്കെ. ഈ സമയത്ത് ചില ഫോറിൻ ഇൻവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഇറാനിയൻസ് ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇറാനിയൻ ഇൻവേഷൻ ഇന്ത്യയിലോട്ട് ഉണ്ടാവുന്നുണ്ട്. പേർഷ്യൻ ഇൻവെൻഷൻ എന്ന് പറയാം. ഇറാൻ എന്നൊക്കെയുള്ള എന്ത് ചെയ്യുന്നുണ്ട്, എംപേഴ്സ് എന്നുള്ള സൈറസ് 2 ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യ ഇൻവേഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബിംബിസാറിന്റെ റൈനിലൊക്കെ മഗധയിലേക്ക് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ട് അവർ ഗാന്ധാര, എന്നത്തെ പാകിസ്ഥാൻ റീജിയനിലൊക്കെയാണ്, കംബോജ, മദ്ര, ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം അവർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് സൺ ഡേരിയസ് എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് കോങ്കർ പഞ്ചാബ് സിന്ധൊക്കെയാണ് കോങ്കർ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇറാനിയൻ റൂളേഴ്സ് ഇപ്പൊ ഇന്ത്യയിൽ വരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇൻഡോ ഇറാനിയൻ ട്രേഡ് ഒക്കെ ഉണ്ടാവുന്നത്, ലാംഗ്വേജിലായാലും ആർക്കിടെക്ചറിലൊക്കെ അങ്ങനെ. അതുകൊണ്ട് നമ്മൾ ഇനി വരാൻ പോകുന്ന പില്ലാറൊക്കെ ഉണ്ടാകും, അശോക പില്ലാറൊക്കെ ഉണ്ടാകുമ്പോൾ ഇറാനിയൻ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറയുന്ന ഈ സമയത്ത് ഇറാനിയന്റെ ഇൻവേഷൻ ഒക്കെ ഇങ്ങോട്ട് ഉണ്ടായിട്ടാണ് കേട്ടോ. വെൽ ഷേപ്ഡ് ക്യാപിറ്റല്, അശോക ഇൻസ്ക്രിപ്ഷൻസ്, കരോഷ്ടി സ്ക്രിപ്റ്റ്, ഇതൊക്കെ ഇവിടെ ഉണ്ടാവുന്നതിന് എന്ത് ചെയ്യുന്നു, ഈ ഇറാനിയന്റെ ഇൻവേഷൻ കാരണമാവുന്നുണ്ട്. പിന്നെ ഇറാനിയൻ വരുന്ന പോലെ തന്നെ അലക്സാണ്ടർ ഇൻവേഷൻ ഇങ്ങോട്ട് ഉണ്ടാവുന്നുണ്ട്, അറിഞ്ഞിരിക്കണേ. 325 BC കാലഘട്ടത്തിലാണ് അലക്സാണ്ടർ ഇന്ത്യന്റെ അടുത്ത് വരെ വന്ന് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യന്റെ നോർത്ത് വെസ്റ്റിൽ വരുന്നു പോകുന്നുണ്ട്. അദ്ദേഹം ഡേരിയസ് തേർഡ്, അവിടെ ഓൾറെഡി ഡേരിയസ് ടീംസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒക്കെ. ആ ഡേരിയസ് തേർഡിനെ തോൽപ്പിച്ചാണ് ചെയ്യുന്നത്. ലാസ്റ്റ് ഈ ആർക്കമേനിയൻ എംപയർ ആണ് അലക്സാണ്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഹിന്ദുക്കുഷ് ക്രോസ് ചെയ്ത് ഇന്ത്യയിലേക്ക് എത്താണ്, നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. 327 BC കാലഘട്ടം അറിഞ്ഞിരിക്കണേ, 327 BC. ഇപ്പൊ ബുദ്ധം ഇവിടെ ഉണ്ടോ ഇല്ല എന്നൊക്കെ നോക്കി വെക്കണം. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് അവിടെയുള്ള റൂളേഴ്സ് ഓൾറെഡി അശോകന്റെ വരവും അങ്ങനെ പേടികണ്ടായിട്ട് എന്ത് ചെയ്യുന്നത്, അവര് സറണ്ടർ ചെയ്യുന്നുണ്ട്, അമ്പിയൊക്കെ കേട്ടോ.
പിന്നെ തക്ഷശിലയുള്ള ഒരു കിങ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചില വാർ ഉണ്ടാവുന്നുണ്ട്. ബാറ്റിൽ ഓഫ് ഹൈദാസ്പസ് എന്ന് പറയുന്നത് നോക്കിയേക്കണേ, ജലം റിവറിന്റെ അടുത്തുണ്ടായിരുന്നാണ്. അവിടെ ഉണ്ടായിരുന്ന റൂളറാണ് പോറസ്. അദ്ദേഹമാണ് ഈ ടെറിട്ടറി ജലം രാവി ആ ടെറിട്ടറി ഒക്കെ എന്ത് ചെയ്യുന്നത് അദ്ദേഹം കീഴടക്കിയിരുന്നത്. അദ്ദേഹം അലക്സാണ്ടറിനോട് യുദ്ധം ചെയ്യുന്നുണ്ട്, തോൽക്കുന്നുണ്ട്, ശരിയാണ്. ഇനീഷ്യൽ റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടായിട്ട് തോൽക്കുന്നുണ്ട്. പക്ഷെ നന്നായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇല്ല, ഇതുവരെ വരുന്നുള്ളൂ. ഇനി അങ്ങോട്ടുള്ള ഒരു വരവ് അലക്സാണ്ടർ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ സൈനികർക്ക് അതിന് ശക്തി ഉണ്ടായിരുന്നില്ല. അവർ തിരിച്ചു പോവാണ് ചെയ്യുന്നത്. അങ്ങനെ തുടക്കത്തിൽ എന്ത് ചെയ്തു അദ്ദേഹം ഈ പോറസിനെ നോട്ട് ചെയ്തേക്കണേ. പോറസ് അലക്സാണ്ടറുടെ യുദ്ധം ചെയ്ത് തോറ്റ ആളാണ്. പക്ഷെ ആ തോൽവിയിലും ഒരു അഭിമാനമുള്ള തോൽവിയായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അലക്സാണ്ടർ അദ്ദേഹത്തിന്റെ റെസിസ്റ്റൻസിൽ ഇംപ്രസ് ആയിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, പവർ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അവരങ്ങനെയും ചെയ്യും. നമ്മൾ ചെയ്യുന്ന കാര്യം ഇഷ്ടപ്പെട്ട നമുക്ക് തന്നെ അത് അഭിനന്ദിക്കാനും മറക്കൂല, തോറ്റാലും. അങ്ങനെ അലക്സാണ്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഇപ്പം ബിയാസ് റിവർ എന്ന് പറയുന്നത് ഇൻഡസിന്റെ ട്രിബ്യൂട്ടറി ആണ്. അവിടെ വരെ എത്തി. ഇനി അതും കഴിഞ്ഞ് ഇങ്ങോട്ട് വരാനുള്ള പ്ലാനിലാണ് അലക്സാണ്ടർ ഉണ്ടായിരുന്നത്. ഇങ്ങോട്ട് നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ വരണം. പക്ഷെ അതിന്റെ ആർമി റിഫ്യൂസ് ചെയ്യാണ് ഇത് ക്രോസ് ചെയ്ത് വരാന് കേട്ടോ, ഇഫസിസ് അല്ലെങ്കിൽ ബിയാസ് റിവറിന്റെ. കാരണം അത് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലെ ഒരു നന്ദാസിന് നല്ല ഹ്യൂജ് ആർമി ഉണ്ടായിരുന്നു. അപ്പൊ നന്ദാസുമായിട്ടുള്ളൊരു വാർ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ആർമി സമ്മതിക്കാത്തതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നില്ല, നന്ദാസായിട്ട് വാർ ഉണ്ടാവുന്നില്ല. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചു പോവാണ്. ആ തിരിച്ചു പോകുന്ന സമയത്ത് അവിടെ അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് അദ്ദേഹം കൊടുത്തിട്ടാണ് പോകുന്നത്. ഗ്രീക്ക് സെറ്റിൽമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യാൻ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിൽ ബാക്കി വെച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ അദ്ദേഹം തിരിച്ചു പോകുന്ന സമയത്ത് 323 BC ബാബിലോണിൽ വെച്ചിട്ട് മരിക്കുന്നുണ്ട്. ഓക്കെ, ഈ അലക്സാണ്ടറിന്റെ വരവുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഇൻഫ്ലുവൻസ് എന്താ? ഇറാനിയൻ വന്നപ്പോൾ ഇറാനിയൻ ഇന്ത്യയും കണക്ഷൻ ഉണ്ടായതുപോലെ അലക്സാണ്ടർ വന്നതുകൊണ്ട് ഇന്ത്യയും ഗ്രീസും തമ്മിലുള്ള അല്ലെങ്കിൽ യൂറോപ്പും തമ്മിലുള്ള കണക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അലക്സാണ്ടറിന്റെ കൂടെ ഒരുപാട് ഹിസ്റ്റോറിയൻസ് വരുന്നുണ്ട്. അത് നമുക്ക് ആ കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടി. നമ്മളൊന്നും എഴുതി വെച്ചിട്ടില്ല. പക്ഷെ അലക്സാണ്ടറിന്റെ കൂടെ വന്നവരൊക്കെ ഇവിടെ കാണുന്നൊക്കെ എഴുതി വെച്ച് പോകുന്നുണ്ട്. അത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് ഹിസ്റ്ററി പഠിക്കാൻ വേണ്ടി നന്നായിട്ട് ഇൻഫ്ലുവൻസ് ആയി. പിന്നെ ഇൻഡോ ബാക്ട്രിയൻ പാർത്തിയൻ സ്റ്റേറ്റ്സ് ഒക്കെ ഇന്ത്യയിൽ വരുന്നുണ്ട്. ആ ഒരു ഗ്രീക്ക് ഇൻഫ്ലുവൻസുള്ള സ്റ്റേറ്റ് ആണ് ഈ ഒരു ഇന്നത്തെ പാകിസ്ഥാൻ ആ റീജിയനിലൊക്കെ ഉണ്ടാവുന്നതിന് കാരണമാവുന്നുണ്ട്. ഈ ഗ്രീക്ക് ഇൻഫ്ലുവൻസ് വന്നതുകൊണ്ടാണ് നമ്മുടെ ഒരു അന്നുണ്ടായിരുന്ന സ്കൾപ്ചറിൽ പോലും അവരുടെ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട്. അതാണ് ഗാന്ധാര സ്കൂൾ ഓഫ് ആർക്കിടെക്ചറും രണ്ടിലും എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. പിന്നെ ഒരുപാട് ന്യൂ ലാൻഡ് ആൻഡ് സീ റൂട്ട്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അലക്സാണ്ടർ ഡിസ്കവർ ചെയ്യുന്നുണ്ട്, യൂറോപ്പ് ഇന്ത്യ ആയിട്ട്. അപ്പൊ അത് നമുക്ക് പിന്നീട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ട്രേഡിനും കാര്യങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ട്. അങ്ങനെ അവരുടെ വരവ് ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാവുമെങ്കിൽ കൂടി ഇത്തരത്തിലുള്ള ട്രേഡ്, എക്കോണമി, ആർട്ട്, കൾച്ചർ, പിന്നെ ഹിസ്റ്റോറിയൻസ്, അങ്ങനത്തെ ഒരുപാട് ഇൻഫ്ലുവൻസ് സ്വാഭാവികമായിട്ടും യൂസ്ഫുൾ ഉണ്ടാവും. അത് നമുക്ക് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. പല പവർഫുൾ ആയിരുന്നു, പക്ഷെ നിരന്തരമായിട്ട് യുദ്ധം ചെയ്തു വരികയാണ് അവിടെ മുതൽ. യൂറോപ്പ് മുതൽ ഫ്രാൻസ് മുതൽ ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, യുദ്ധം ചെയ്ത് ഓരോ തോൽപ്പിച്ച് ഇങ്ങനെ വരികയാണ്. കണ്ടിന്യൂസ് ആയിട്ട് 5ഉം 10ഉം 15ഉം വർഷമൊക്കെ യുദ്ധം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആർമി ടയേർഡ് ആവും. രാജാവിന് യുദ്ധം ചെയ്യണ്ടല്ലോ, അങ്ങനെ ഓർഡർ കൊടുത്തിട്ട് ഓരോന്ന് ആവേശത്തിലാക്കി ഇങ്ങനെ യുദ്ധത്തിലേക്ക് പോയാൽ പോരെ. പക്ഷെ ഇവര് നിന്ന് യുദ്ധം ചെയ്യണ്ടേ, യുദ്ധം ചെയ്യുന്ന കുറെ പേര്. അങ്ങനെ അതിപ്പോ അവർക്ക് ആ ഒരു ഇത് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹം തിരിച്ചു പോയത്. അങ്ങനെ ഇതിന് ശേഷം നന്ദ ഓൾറെഡി ഇവിടെ ഉണ്ട്. അലക്സാണ്ടർ വരുന്ന സമയത്ത് നന്ദാസ് ആണ്. ഇനി നന്ദാസ് കുറച്ച് കഴിയുമ്പോൾ വീക്കായി, ലാസ്റ്റ് റൂളേഴ്സ് ഒക്കെ. അങ്ങനെ നന്ദാസിനെ തോൽപ്പിച്ചിട്ടാണ് ഇനി എന്ത് ചെയ്യുന്നത്, മൗര്യൻ എംപയർ വരാൻ പോകുന്നത്. അതാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിയിക്കുക, ചോദിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് മൗര്യനിലോട്ട് പോവാം. ഓക്കെ, ശരി. അടുത്താണ് മൗര്യൻ എംപയർ.
മൗര്യനിലോട്ട് പോവാം. മൗര്യൻ ഇപ്പൊ ഈ ക്രോണോളജി നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ഉണ്ടായിട്ടുണ്ടാവും ഞാൻ കരുതാണ്. പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടം മുതൽ പ്രീ ഹിസ്റ്റോറിക് തന്നെ പാലോലിത്തിക്, മിസോലിത്തിക്, നിയോലിത്തിക്, ചാക്കോലിത്തിക്കിൽ വരുന്നതാണ് ഹാരപ്പ, വേദിക്, ജനപദാസിന്റെ കാലഘട്ടം. മഹാജനപദാസിന്റെ കാലഘട്ടം ആ സമയത്താണ് ജനപദാസിന്റെ അല്ലെങ്കിൽ മഹാജനപദാസിന്റെ കാലഘട്ടത്തിലാണ് ബുദ്ധിസം, ജൈനിസം ഒക്കെ വരുന്നത്, ബുദ്ധ ജൈനൊക്കെ ഉള്ളത്. അതിനുശേഷം വരുന്ന മഹാജനപദാസിൽ മഗധ ഉയർന്നു വരുന്നത്, മഗധയിൽ വരുന്ന രൈനാസി, ആരംഗ, ശിശുനാഗ, നന്ദ, പിന്നെ മൗര്യ. ഓക്കെ, ആ ഒരു ഓർഡർ നന്നായിട്ട് മനസ്സിലാക്കിക്കണേ. ഏകദേശം ഒരു കാലഘട്ടം, നൂറ്റാണ്ടുകളെങ്കിലും മനസ്സിലാക്കിക്കോ, ഓരോ കറക്റ്റ് വർഷമല്ലെങ്കിലും. മൗര്യൻ വരുന്നുണ്ട്. അപ്പൊ ഈ അലക്സാണ്ടർ വന്നിട്ട് ഇവിടെ ഒരു പേടി ഉണ്ടാക്കി, തോൽപ്പിച്ചു. അതേസമയം ഒരു എംപയർ ഉണ്ടാക്കിയതും ഇല്ല. അങ്ങനെ അല്ലെ ഇതാക്കിയിട്ട് പോകുമ്പോൾ ആ ഒരു വേക്കത്തിലേക്ക് ഒരാൾ ഉയർന്നു വരും സ്വാഭാവികമായിട്ടും. അതാണ് ഇവിടെ മൗര്യൻസിന് ഒരു സാധ്യത ഒരുക്കുന്നത്. വാക്വം ക്രിയേറ്റഡ് ബൈ അലക്സാണ്ടർ, ഡിസ്ട്രക്ഷൻ ഓഫ് ട്രൈബൽ റിപ്പബ്ലിക്സ് ഇൻ പഞ്ചാബിലൊക്കെ എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ ഒരുപാട് അദ്ദേഹത്തെ റെസിസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് ചെറിയ ആളുകൾ നിൽക്കുന്നുണ്ട്. അതൊക്കെ അലക്സാണ്ടർ തോൽപ്പിക്കുന്നുണ്ട്. അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരാളെ ഇവിടെ നിർത്തിയിട്ടാണോ പോകുന്നത്? അതുമല്ല. അപ്പൊ അവര് വീക്കായും ചെയ്ത് അത് സ്ട്രോങ് ആയിട്ട് ഒരാൾ വന്നതുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു സാധ്യത മറ്റുള്ളവർക്ക് ഉയരുന്നുണ്ട്. അതാണ് എന്ത് ചെയ്യുന്നത്, ചന്ദ്രഗുപ്ത മൗര്യ ഈ സാധ്യത ഉപയോഗപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഉയർന്നു വരുന്നത്. ഇതാണ് മൗര്യ. അത്രയും വലിയ ഇന്നത്തെ ഇന്ത്യനേക്കാളും കൂടുതൽ ഏരിയ ഭരിച്ച ഒരു കാലഘട്ടമാണ് അന്ന് മൗര്യൻ കാലഘട്ടമൊക്കെ. കുറച്ച് സൗത്ത് ഇന്ത്യ മാറ്റി നിർത്തിയാൽ, ഈസ്റ്റേൺ ഇന്ത്യ മാറ്റി നിർത്തിയാൽ ബാക്കിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്. ഇത് പിന്നെ ഒറ്റയടിക്ക് ഫസ്റ്റ് മുതലല്ല, ഓരോരുത്തര കാലഘട്ടത്തിലാണ് ഇത് കൂടി വരുന്നത്, മൗര്യൻ എംപയർ വരുന്നത്. ഓക്കെ, പ്രധാനപ്പെട്ട ഈ കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്ന ഉടനെ മൗര്യനെ കുറിച്ച് അത് നോക്കിയേക്കണേ. ഇനി ലിറ്റററി സോഴ്സ് ഒക്കെ നമുക്ക് ഓരോ കാലഘട്ടം വരുമ്പോൾ, മെഗസ്തനിസിന്റെ ഇന്ത്യക്ക, ഗ്രീക്കിന്റെ ഒരു അംബാസിഡർ ആണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് മെഗസ്തനിസ്. പിന്നെ കൗടില്യന്റെ അർത്ഥശാസ്ത്ര, കൗടില്യൻ അറിയല്ലോ. വിശാഖദത്തന്റെ മുദ്രരാക്ഷസ, ധർമ്മശാസ്ത്ര ടെക്സ്റ്റ്, പുരാണാസ്, ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകൾ, ജാതക സ്റ്റോറീസ്, ദീപവംശ, മഹാവംശ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ലിറ്റററി സോഴ്സ് നമുക്ക് ഈ കാലഘട്ടത്തെ കുറിച്ചുണ്ട്. പിന്നെ അത് കൂടാതെ അതിന് മുന്നത്തേക്ക് നമുക്ക് ആർക്കിയോളജിക്കലാണ്. ഇവിടെ ആർക്കിയോളജിക്കലും ഉണ്ട്. പഞ്ചമാർക്കഡ് കോയിൻസ്, നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ്, അതുപോലെ തന്നെ വുഡൻ പാലസ് ഓഫ് ചന്ദ്രഗുപ്ത മൗര്യ പാടലിപുത്രയിലെ, അശോകന്റെ ഇൻസ്ക്രിപ്ഷൻസ്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ എഡിക്റ്റ് ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കാലഘട്ടത്തെ കുറിച്ച് അറിവ് ലഭിക്കുന്ന സോഴ്സുകളാണ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളറാണ് ചന്ദ്രഗുപ്ത മൗര്യ. 322 മുതൽ 298 വരെ കേട്ടോ. ഒരു 10-25 കൊല്ലം ഭരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇങ്ങനെ ഈ പേരിലാണ്, സാൻഡ്രോ കോട്ടോസ് എന്നുള്ള പേരിലാണ് ഗ്രീക്കിലൊക്കെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഒരുപാട് വാർ ഉണ്ടാവുന്നുണ്ട് നന്ദ റൂളർക്കെതിരെ. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ലിബറേറ്റ് ചെയ്യുന്നുണ്ട് കൺട്രീനെ ഫ്രം ഗ്രീക്ക് റൂളിൽ നിന്നും. അങ്ങനെയാണ് അദ്ദേഹം മൗര്യൻ എംപയറിന്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് ഈ 322 BC. അത് നോക്കി വെക്കണേ. ആരുടെ ഹെൽപ്പാണ്? ചാണക്യന്റെ ഹെൽപ്പാണ്. അല്ലെങ്കിൽ ചാണക്യനാണ് ഈ കൗടില്യ എന്ന് പറയുന്നത്. കൗടില്യന്റെ ഹെൽപ്പോട് കൂടി അദ്ദേഹം ഈ നന്ദാസിനെ തോൽപ്പിക്കുന്നത്. അങ്ങനെ ബിയാസ്, ബേ ഓഫ് ബംഗാള്, ചന്ദ്രഗുപ്ത എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഒരു എക്സ്പെഡിഷൻസ് എല്ലായിടത്തും നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ആന്ധ്ര, കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത്, സെൻട്രൽ റീജിയൻ ഒക്കെ മൗര്യൻ എംപയർ പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിനാണ് ഇന്ത്യയിലെ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് യൂണിഫിക്കേഷൻ ഓഫ് നോർത്ത് ഇന്ത്യ നടത്തുന്ന ഇദ്ദേഹമാണ്. ഇത്തരത്തിലുള്ള ഒരൊറ്റ രാജ്യമാക്കി മാറ്റുന്നതിൽ ചന്ദ്രഗുപ്ത മൗര്യനെ തന്നെ നമുക്ക് പറയാം. പിന്നെ ചന്ദ്രഗുപ്ത ഗുപ്തയാണ് കരുതിട്ടോ, അത് മൗര്യാണ്. ഗുപ്തയുടെ വേറെ വരുന്നുണ്ട്. പിന്നെ 305 BC എന്ത് ചെയ്യുന്നുണ്ട്, സെലൂക്കസ് നിക്കേതർ, ഗ്രീക്ക് ആയിട്ടുള്ള ഒരു എംപറാണ്, അദ്ദേഹത്തെ തോൽപ്പിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിനാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹമാണ് പിന്നെ മെഗസ്തനിസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രീക്ക് അംബാസിഡർ ആയിട്ട് ഇന്ത്യയിലേക്ക് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അംബാസിഡർ മെഗസ്തനിസ് ഇന്ത്യന്റെ ചന്ദ്രഗുപ്ത മൗര്യന്റെ പാലസ് കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് അങ്ങനെ ചെയ്യുന്നതാണ് ഇന്ത്യക്ക. അപ്പൊ അതിലൊക്കെ ഒരുപാട് നമുക്ക് ഈ കാലത്തെ കുറിച്ച് അറിയിക്കുന്നുണ്ട്. ചന്ദ്രഗുപ്ത പിന്നീട് ജൈനിസത്തിലേക്കാണ് വരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പിന്നെ അദ്ദേഹത്തിന് മകനെ വേണ്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഭദ്രബാഹുവിന്റെ കൂടെ, ജൈന സെയിന്റ് ആണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ജൈന സെയിന്റ് ആണ് അദ്ദേഹം. അങ്ങനെ മകന് കൊടുത്തു, അദ്ദേഹം ജൈനിസത്തിലേക്ക് വന്ന് പിന്നെ അങ്ങനെ ഇതൊക്കെ വിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, കർണാടകയിലേക്ക് വരുന്നുണ്ട്. കർണാടകയിൽ ശ്രാവണ ബൽഗോള എന്ന് പറയുന്ന സ്ഥലത്തോടാണ് അദ്ദേഹം വരുന്നത്. ഈ ശ്രാവണ ബൽഗോളയിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ജൈനാസ് കാണാൻ പറ്റും. ജൈനാസ് വസ്ത്രകട നിൽക്കുന്ന ടീമൊക്കെ ഉണ്ട്. ശ്വേതംബര, ദിഗംബരാസ് എന്നൊക്കെ പറയുന്നത്, ദിഗംബരാസാണ് മെയിനായിട്ട്. പിന്നെ അങ്ങനെ അവിടെ കടന്ന അദ്ദേഹം എന്ത് ചെയ്യാണ്, സ്റ്റാർവേഷനിലൂടെ അദ്ദേഹം മരിക്കുകയാണ്. ഒരു തരത്തിലുള്ള സാലേഖാൻ എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് അവരുടെ ഒരു മോക്ഷം കിട്ടാൻ വേണ്ടിയുള്ള ഒരു മരണമാണ്. പട്ടിണി കിടന്ന് സ്വയമായിട്ട് മരിക്കുക, അങ്ങനെ ഒരു മരണമാണ് ലാസ്റ്റ് ഇദ്ദേഹത്തിന് ഉണ്ടാവുന്നത്. അത് അവരുടെ ഒരു രീതിയാണ്, ആരാധന രീതിയാണ്.
സ്വയം മരിക്കാനുള്ള അധികാരം ആർക്കും ശരിക്കും ഇന്ത്യയിൽ ഇല്ലല്ലോ. റൈറ്റ് ടു ലൈഫിൽ നമുക്ക് മരിക്കാനുള്ള അധികാരമില്ല. പക്ഷെ ഇവർക്ക് ചില ആചാരത്തിന്റെ ഭാഗമായിട്ട് മരിക്കാൻ പറ്റും അങ്ങനെ പറഞ്ഞ് കോടതിയിൽ പോകുന്നതും അങ്ങനെ ചില അവരുന്നു അതും ഫണ്ടമെന്റൽ റൈറ്റ്സ് റിലീജിയസ് റൈറ്റ്സിന്റെ ഭാഗമായിട്ടൊക്കെ പറയുന്നുണ്ട്. നോക്കി വെക്കണം, ന്യൂസ് ഒന്ന് ചെക്ക് ചെയ്യണം. ഇത് കേസാണ് എനിക്ക് ഓർമ്മയില്ല. ശ്രാവണ ബൽഗോള എന്ന് പറയുന്ന ഒരു ഫേമസ് ജെയിൻ പിൽഗ്രിമേജ് സെന്റർ ആണ്. അതുപോലെ തന്നെ ചാരിറ്റി ഓഫ് ഗോമതേശ്വർ കേട്ടോ, ഋഷഭനാഥിന്റെ ഇതൊക്കെ ഉള്ളത് ഇവിടെയാണ്. മകന്റെ ചന്ദ്രഗുപ്ത മൗര്യ ഒന്നാമത്തെ, ചന്ദ്രനെ ഉദിച്ചു ആലോചിച്ചായി ഫസ്റ്റ് എത്തിട്ടോ. പിന്നെ ബിന്ദുസാര, പിന്നെ ഒരു ഫേമസ് റൂളറാണ് 273 വരെയുണ്ട്. ബിന്ദുസാര വരുന്നുണ്ട്. ഗ്രീക്കിലൊക്കെ അതേ പേരുകളൊക്കെ നോക്കി വെക്കണേ. അമിട്രോ ചെയ്സോ കേട്ടോ. അമിട്രോ സാധാരണ ഡിസ്ട്രോയർ ഓഫ് ഫോർട്ട് എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് ഒരു ഇദ്ദേഹം ഫോളോ ചെയ്ത് ബിന്ദുസാര ഫോളോ ചെയ്ത് ഇത് നോക്കണേ. ഒരു എക്സ്ട്രീം ഫാറ്റലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഓർഡർ ആണ് അജീവികാസ് എന്ന് പറയും. ഓക്കെ, അജീവിക ഫൗണ്ട് ചെയ്യുന്ന ആരാണ്? പിന്നെ മക്കാലി ഗോസലാണ് ഫൗണ്ട് ചെയ്യുന്നത്. ഈ അജീവികാസ് സെക്റ്റിന് നമ്മൾ പറഞ്ഞില്ല അശോകൻ ഒരു ഇത് കൊടുത്തു എന്നൊക്കെ, ഒരു കേവ് കൊടുത്തു എന്നൊക്കെ നമ്മൾ മുമ്പ് ഞാൻ ആർട്ട് ആൻഡ് കൾച്ചർ പറഞ്ഞപ്പോ പറഞ്ഞിരുന്നു. ഓർമ്മ ഉണ്ടോ? നമുക്ക് പറയാം. പിന്നെ അതുപോലെ തന്നെ കർമ്മ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനത്തെ ഒരു സാധനം ഇല്ല എന്നൊക്കെ പറയുന്ന ടീമാണ് അജീവിക. കർമ്മ അംഗീകരിക്കുന്നതാണ് ഇവര്, മറ്റവർ അംഗീകരിക്കാത്തതാണ്. എന്നിട്ടും അജീവികനെ അവര് അശോകൻ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ പരിഗണിക്കുന്നതെന്നാണ് കാണാൻ പറ്റുക. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഗുഡ് ഡിപ്ലോമാറ്റിക് റിലേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, സെലൂസൈഡ് കിങ് സിറിയയിലൊക്കെ ഉള്ളായിരുന്നു, അവരായിട്ടൊക്കെ നല്ല ഇതുണ്ടാവുന്നുണ്ട്. പിന്നെ ഇപ്പൊ അംബാസിഡേഴ്സിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹത്തിന്റെ കോർട്ടിലേക്ക് അയക്കുന്നുണ്ട്. വെരി ഗുഡ്, സ്മൃതി പറഞ്ഞു. ലോമസ് ഋഷി കേവ്സ് ആണ് അശോകൻ അജീവിക സെക്റ്റിന് കൊടുക്കുന്നത് കേട്ടോ. ലോമസ് ഋഷി കേവിനെ കുറിച്ചൊക്കെ നോക്കി വെക്കാം. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ഒരു നല്ല റിലേഷൻസ് ഒക്കെ അദ്ദേഹം കൊണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, സാരാനന്ദ അദ്ദേഹത്തെ ബിന്ദുസാരനെ വെച്ച് പറയുന്നത് കോങ്കർ ഓഫ് ലാൻഡ് ബിറ്റ്വീൻ ടു സീസ് എന്നാണ്. അത് അറിഞ്ഞിരിക്കാം. ഓക്കെ, പിന്നെ അതിനുശേഷം വരുന്ന ഒരു ഗ്രേറ്റ് റൂളറാണ് അശോക ദി ഗ്രേറ്റ്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടം നോക്കിയാണ് 273 BC വരെ 237 വരെ. 73-37 തിരിച്ചിട്ടാ മതി, രണ്ടെന്നെ 3 ആണ്ടുകൾ തിരിച്ചിട്ടായി. പിന്നെ അങ്ങനെ അശോകനാണ് പിന്നെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിനുശേഷം 8 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഭയങ്കര പവർഫുൾ റോളാണ് കലിംഗ വാർ ഉണ്ടാവുന്നത്. ഏകദേശം ഇന്ത്യ മൊത്തം പിടിച്ചെടുക്കി. കലിംഗ മാത്രമാണ് പിടിക്കാത്തുണ്ടായിരുന്നത്. ആന്ധ്രാപ്രദേശ് ഇന്നത്തെ റീജിയനിൽ, ഒഡീഷ റീജിയനിലൊക്കെ. ആ കലിംഗ 261 BC കലിംഗ അദ്ദേഹം ചെയ്യുന്നുണ്ട്, അദ്ദേഹം തോൽപ്പിക്കുന്നുണ്ട്. ഈ കലിംഗ യുദ്ധത്തിൽ അദ്ദേഹം ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ട് കിടക്കുന്നതും അതൊക്കെ കണ്ട് അദ്ദേഹത്തിന് ഒരു എന്ത് ചെയ്യാണ്, ഒരു മനമാറ്റം ഉണ്ടാവുകയാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ധമ്മഘോഷ. പിന്നെ അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ബുദ്ധിസ്റ്റ് ആയിട്ട് മാറാണ്. ആരെ ഗൈഡൻസിലാണ്? ഇയാളെ നോക്കി വെക്കണേ, മൊഗാലിപുറ്റു ചിസ്സ എന്നുള്ള. അപ്പൊ ഇയാള് മൊഗാലിപുറ്റ എനിക്ക് തോന്നുന്നു 3rd ബുദ്ധിസ്റ്റ് കൗൺസിൽ ചെയർ ചെയ്യുന്നത്. അത് അശോകന്റെ കണക്ഷൻ ആണ്. അതാണ് പറയുന്നത്. മൊഗാലിപുറ്റ ടിസ്സയാണ് എന്ത് ചെയ്യുന്നത്, പ്രിസൈഡ് ചെയ്യുന്നത് 3rd ബുദ്ധിസ്റ്റ് കൗൺസിൽ 250 BC അത് അശോകന്റെ നേതൃത്വത്തിൽ നടക്കുന്നതാണ്. അങ്ങനെ അശോകൻ ബുദ്ധനായി. ലോകത്ത് യുദ്ധം ജയിച്ചതിന് ശേഷം നോൺ വയലൻസ് തെരഞ്ഞെടുത്ത ഒരാൾ ഇപ്പൊ അശോക മാത്രമായിരിക്കാം. യുദ്ധം തോറ്റാൽ പലരും നോൺ വയലൻസിലേക്ക് പോകും. തോറ്റില്ലേ, ജയിച്ചിട്ടും പിന്നെ അടുത്ത് യുദ്ധം ചെയ്യാനുള്ള താല്പര്യം എല്ലാവർക്കും ഉണ്ടാവുക. അങ്ങനെ പോയ ഒരാളായിരിക്കും ഇദ്ദേഹം. പിന്നെ അദ്ദേഹം ബുദ്ധിസം ധർമ്മ പ്രചരിപ്പിക്കുക, അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ. ധമ്മ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്, ധമ്മ നല്ല ഒരുപാട് പ്രിൻസിപ്പിൾസ് ഒക്കെ ബുദ്ധിസ്റ്റ് ഐഡിയോളജി കാര്യങ്ങളൊക്കെ അത് പ്രചരിപ്പിക്കുന്ന ഭാഗമായിട്ട് അദ്ദേഹം ഈ പില്ലാർസ് ഒക്കെ ഉണ്ടാക്കുന്നത്. അതിലൂടെ ഇത് എഴുതി വെച്ചിട്ട് അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, മിഷണറീസിനൊക്കെ സെൻഡ് ചെയ്യുന്നുണ്ട്. ബുദ്ധ ശ്രീലങ്കയ്ക്കും ഒക്കെ, സ്വന്തം മകനെ വരെ ശ്രീലങ്കയ്ക്ക് വിടുന്നുണ്ട് കേട്ടോ. ബർമ്മ, സെൻട്രൽ ഏഷ്യ, അങ്ങനെയാണ് ഇത് സ്പ്രെഡ് ആവുന്നത്. എന്തുകൊണ്ട് ബുദ്ധിസം ജൈനിസത്തെക്കാൾ സ്പ്രെഡ് ആയെന്ന് വെച്ചാൽ ബുദ്ധിസത്തിന് കൂടുതൽ രാജാക്കന്മാരുടെ പിന്തുണ കിട്ടിയിട്ടുണ്ട്, എസ്പെഷ്യലി അശോകന്റെ ഒക്കെ. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അംബാസിഡേഴ്സിനെ ഗ്രീക്കിലേക്കൊക്കെ അയക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആർമീനെ ഒന്നും ഒഴിവാക്കുന്നില്ല. കംപ്ലീറ്റ് ഒരു പസഫിസ്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. യുദ്ധം നിർത്തി, പക്ഷെ ആർമിക്ക് അവിടെ അപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ അശോകന്റെ കാലഘട്ടത്തിൽ ദേശം എന്ത് ചെയ്തു, ഏകദേശം ഇന്ത്യ മൊത്തം എക്സെപ്റ്റ് എക്സ്ട്രീം സൗത്ത് ആയിട്ടുള്ള ചാക്സില, ഉജ്ജയിന്, പാടലിപുത്ര, പിന്നെ കുറച്ച് എക്സ്ട്രീം സൗത്ത് ഒഴികെ ബാക്കിയുള്ളതൊക്കെ അശോകന്റെ കയ്യിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊവിൻസുകളാണ് ഇതൊക്കെ. ഉത്തരപാത,
പിന്നെ അതുപോലെ തന്നെ ഉജ്ജയിന്, പാടലിപുത്ര, തോഷലി, കലിംഗേന്, ദക്ഷിണപാത, അങ്ങനെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെന്റേഴ്സ് ആയിരുന്നു അത്. അങ്ങനെ അതാണ് 3 പ്രധാനപ്പെട്ട റൂളേഴ്സ് മൗര്യനിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. മൗര്യൻ കുറച്ചും കൂടി ഉണ്ട്. മൗര്യ നമുക്ക് തീർക്കാം ഏതായാലും. ഇനി മൗര്യന്റെ സൊസൈറ്റിയും എക്കോണമിയും ഒക്കെ നോക്കുകയാണെങ്കിൽ, മൗര്യൻ കാലഘട്ടം എക്കോണമി നോക്കുകയാണെങ്കിൽ അയൺ ടൂൾസിനെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അഗ്രികൾച്ചർ ഒക്കെ അതിന്റെ ഭാഗമായിട്ട് കൂടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എങ്കിൽ കൂടിയും ഫാമിൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. കൗടില്യ അർത്ഥശാസ്ത്രയിൽ അതൊക്കെ പറയുന്നുണ്ട്, ജൈന ടെക്സ്റ്റിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്. കോപ്പർ പ്ലേറ്റ് ഇതാണ് പറഞ്ഞ ഷോഗോറൈൻ കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്ത് ഇത്തരത്തിലുള്ള റിലീഫ് ഫീച്ചേഴ്സ് ഇതിന് വേണ്ടി കൊടുത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ടോൾസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ക്രൗൺ ലാൻഡ് അതിന് സിദ്ധ എന്ന് പറയുന്നത്. മൗര്യൻ സ്റ്റേറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രിക്ട് ലീഗൽ ആൻഡ് പീനൽ സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു. സിവിൽ ആൻഡ് ക്രിമിനലും ടാക്സ് ഒക്കെ ഇവയുടെ ചെയ്യുന്ന ആളുകളൊക്കെ. പഞ്ചമാർക്ക് കോയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു, മോസ്റ്റ്ലി സിൽവർ ആയിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ക്യാഷ് ആയിട്ടൊക്കെയാണ് ഗവൺമെന്റ് ഓഫീസിന് സാലറി കൊടുത്തിരുന്നത്. സാലറീസ് ഒക്കെ പല ടൈപ്പ് സാലറീസ് ഉണ്ട്, 60 മുതൽ 48,000 വരെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഹൈഡ് ലാബേഴ്സ് ഉണ്ടായിരുന്നു, നോക്കിയേക്കണേ, കർമ്മകാലാവസ്ഥ അറിയപ്പെടുന്നത്. പിന്നെ മൈനിങ്ങിലും ഫോറസ്റ്റിലും സോൾട്ടിലും ലിക്വർ സെയിലൊക്കെ സ്റ്റേറ്റിന്റെ മൊണോപ്പൊളി ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അറിഞ്ഞിരിക്കാം. പിന്നെ എക്കോണമി ശരിക്കും പറഞ്ഞാല് കുറച്ച് അഗ്രികൾച്ചറും കാര്യങ്ങളൊക്കെ നന്നായിരുന്നു. സൊസൈറ്റി നോക്കുകയാണെങ്കിൽ സൊസൈറ്റി വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 4 ഫോൾഡ് വർണ്ണ സിസ്റ്റം നന്നായിട്ടുണ്ടായിരുന്നു. സ്ലേവറി ഉണ്ട്, ദാസ സിസ്റ്റം ഒക്കെ ഉണ്ട്. ഒരുപാട് സൊസൈറ്റിയിൽ ഒരുപാട് കാസ്റ്റും സബ് കാസ്റ്റും കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ പ്രൊഫഷണൽ ഒക്യുപ്പേഷനൊക്കെ ബേസിലാണ് വർണ്ണ ശങ്ക വിവാഹമൊക്കെ ഉണ്ടായിരുന്നു, അഥവാ ഇന്റർ കാസ്റ്റ് മാരേജും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അറിഞ്ഞിരിക്കാം. പിന്നെ അതുപോലെ തന്നെ കൗടില്യ ഈ സമയത്ത് 9 കാറ്റഗറീസ് ഓഫ് സ്ലേവ്സ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കൗടില്യ ഇതുണ്ട് എന്ന് പറയുന്നുണ്ട്, ഏത് സ്ലേവ്സ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതേ സമയത്ത് മെഗസ്തനിസ് എന്ത് ചെയ്യുന്നുണ്ട്, ആബ്സെൻസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ 7 ഫോൾഡ് സോഷ്യൽ ഡിവിഷൻസ് ഒക്കെ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജാതക സ്റ്റോറീസ് ഒക്കെ ഉണ്ടല്ലോ, അൺടച്ചബിൾസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ വരുന്ന ചന്ദാലാസ്, നിഷാദ്, ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഹ്യൂമലി ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിരുന്നത്, വളരെ മോശം കണ്ടീഷനായിരുന്നു അവരുടേതൊക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ സോഷ്യൽ. പിന്നെ അതുപോലെ തന്നെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, സ്ത്രീകളുടെ കണ്ടീഷൻ വീണ്ടും മോശമാവാണ്. റിഡോ റീമാരേജ് സ്റ്റോപ്പ് ചെയ്തു. ഗണിക പ്രോസ്റ്റിറ്റ്യൂഷനൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. പിന്നെ അശോകൻ ഈ സമയത്ത് ധമ്മ പ്രചരിപ്പിക്കുന്നുണ്ട്. അശോകൻ ബുദ്ധിസ്റ്റിലേക്ക് പോയി എന്നാണല്ലോ. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് മൊറാലിറ്റി, പ്രിൻസിപ്പിൾസ് ഓഫ് മൊറാലിറ്റി പ്രൊമോട്ട് ചെയ്തു. അതാണ് ധമ്മ എന്ന് പറയുന്നത്. പിന്നെ ടോളറൻസ്, നോൺ വയലൻസ്, ഗുഡ് കണ്ടക്ട്, വെൽഫെയർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിന് നോക്കാൻ വേണ്ടി ഒരു ധമ്മ മഹാമാത്ര എന്നുള്ളൊരു മന്ത്രിയും ഒക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ട്. സംഘ്മിത്ര അദ്ദേഹത്തിന്റെ അശോകന്റെ ഡോട്ടറാണ്. അദ്ദേഹം അവരെന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ശ്രീലങ്കയിലോട്ട് അയക്കുന്നുണ്ട്. അങ്ങനെയാണ് അവർ ശ്രീലങ്കയിലോട്ട് ബുദ്ധിസം സ്പ്രെഡ് ചെയ്യുന്നതിന് അശോകന്റെ മകളൊക്കെ കാരണമാവുന്നുണ്ട് കേട്ടോ. പിന്നെ അശോകന്റെ എഡിക്ട്സ്, ഒരുപാട് അശോകന്റെ എഡിക്ട്സ് ഉണ്ട്, ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്. അശോകൻ ഈ ധമ്മ പ്രചരിപ്പിക്കാനും രാജ്യത്തെ ഓർഡറുകൾ ഇപ്പൊ നമ്മൾ ഇന്ന് ബോർഡിലൊക്കെ എഴുതി ഇതാക്കൂലേ, സിഗ്നൽസ് കൊടുക്കുന്ന പോലെ, അങ്ങനെ പ്രചരിപ്പിക്കാൻ വേണ്ടിയൊക്കെ അദ്ദേഹം ഒരുപാട് ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. മൗര്യൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ കാലഘട്ടത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു ഹിസ്റ്ററി സോഴ്സ് നമുക്ക് അതാണ്. ഒരുപാട് ഉണ്ട് കേട്ടോ. മേജർ ആൻഡ് മൈനർ എഡിക്ട്സ് കാണാൻ പറ്റും, 16ഉം 12ഉം. പിന്നെ പോലെ തന്നെ മേജർ ആൻഡ് മൈനർ പില്ലാർ എഡിക്ട്സ് ഉണ്ട്. ഓക്കെ. പിന്നെ പല സ്ഥലങ്ങളും മീററ്റ്, ചോപ്പാന, കൗശംബി, സാഞ്ചി, സാരനാഥ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും. ഇന്നാണ് നമുക്ക് നാഷണൽ എംബ്ലം ഓഫ് ഇന്ത്യ എടുക്കുന്ന അശോകന്റെ സാരനാഥ് പില്ലാർ എന്നാണ്. അദ്ദേഹം പില്ലാറിലൂടെ ഇത് പ്രചരിപ്പിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നെയിം ഓഫ് അശോക, മൈനർ റോക്കഡിക്സ് മാത്രമേ അദ്ദേഹത്തിന് പേര് കൊടുക്കുന്നുള്ളൂ. പിന്നെ അങ്ങനെ പല പേരിലാണ് നമുക്ക് അദ്ദേഹത്തെ കണ്ടെത്തുന്നത്. പ്രധാനമായിട്ടും ഉപയോഗിച്ച സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് പ്രാകൃത ലാംഗ്വേജും ബ്രാഹ്മി സ്ക്രിപ്റ്റ് ഒക്കെ നമുക്ക് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കാന്താറിലെ ഇൻസ്ക്രിപ്ഷൻ ബൈലിംഗലാണ്, ഗ്രീക്കും അരാമിക് ലാംഗ്വേജ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ നോക്കുകയാണെങ്കിൽ മൗര്യനിൽ പ്രധാനമായിട്ട് 5 പ്രൊവിൻസ് ആക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഉത്തരപാത, അങ്ങനെ നേരത്തെ പറഞ്ഞല്ലോ, അവഞ്ചിപാത, അങ്ങനത്തെ 5 പ്രൊവിൻസ് ആക്കുന്നുണ്ട്. സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു, കിങ് ആയിരുന്നു ഏറ്റവും പവർഫുൾ, എല്ലാത്തിനും ന്യൂക്ലിയസ് ആയിട്ട് എത്തിയായിരുന്നു. ഇതിനെ സഹായിക്കാൻ മന്ത്രിപരിഷത്തൊക്കെ ഉണ്ട്, യുവരാജ്, പുരോഹിത, സേനാപതി ഒക്കെ ഉണ്ട്. IS ഓഫീസർ ആണ് തീർത്ഥാസ് എന്നൊക്കെ അറിയപ്പെടുന്നത്.
പിന്നെ ഒരുപാട് ഓഫീഷ്യൽസിന്റെ പേര് നോക്കിയേക്കണേ. മന്ത്രി, ചീഫ് മിനിസ്റ്റർ, മന്ത്രി പരിഷത്ത്, ഹെഡ് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, പുരോഹിത ചീഫ് പ്രീസ്റ്റ് ആണ്, സേനാപതി കമാൻഡർ ഇൻ ചീഫ്, യുവരാജ് ക്രൗൺ പ്രിൻസ്, സാമഹർത്ത് അല്ലെ റവന്യൂ കലക്ടർ, പിന്നെ അതുപോലെ തന്നെ റോയൽ ഇൻകം ഉണ്ടായിരുന്ന ആളാണ് ശുൽക്കദാക്ഷി. അതുപോലെ സ്പൈ ഉണ്ടായിരുന്നു കേട്ടോ, നോക്കിയേക്കാം. ബുദ്ധപുരുഷാസ്. പിന്നെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട് മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ ആയിട്ട്. അതിനാണ് വിഷ് അല്ലെങ്കിൽ ഹാര എന്നൊക്കെ അറിയപ്പെടുന്ന ഡിസ്ട്രിക്ട് ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കമ്മിറ്റീസ് ഒക്കെ അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട്, 5 മെമ്പേഴ്സ് അടങ്ങുന്നത്. പിന്നെ ഇപ്പൊ നമ്മൾ കൂടാതെയുള്ള ഒരുപാട് ഓഫീസേഴ്സ് ഉണ്ട്, നോക്കി വെക്കണം. യുക്ത റവന്യൂ ഓഫീസർ എന്ന് പറഞ്ഞ പേരാണ്. പിന്നെ സീതാദക്ഷി അഗ്രികൾച്ചർ ഉണ്ടായിരുന്നത് ഒക്കെ നോക്കിയാണേ. പ്രാദേശിക ചീഫ് റവന്യൂ ഓഫീസർ, സ്ഥാനിക ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. രാജുക വരുന്നുണ്ട്, സെറ്റിൽമെന്റ് ഓഫീസറാണ്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള മാർക്കറ്റിന്റെ വെയിറ്റ് ആൻഡ് മെഷേഴ്സ്, ഷിപ്പ്, ടോള്, അങ്ങനെ ഓരോന്നും ഇതാക്കാൻ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. പിന്നെ വില്ലേജ് ലെവൽ ഓഫീസേഴ്സ് ഉണ്ട്, ഗ്രാമിക എന്ന് പറയുന്ന വില്ലേജിന്റെ. പിന്നെ അതുപോലെ തന്നെ ഗ്രാം വൃദ്ധാസ് ഉണ്ട്, എൽഡേഴ്സ് അടങ്ങുന്ന ഒരു ടീമാണ്. സുദർശൻ ലേക്ക് ഈ സമയത്താണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, ചന്ദ്രഗുപ്ത മൗര്യന്റെ സമയത്താണ്. ഗിർനാർ ഹില്ലിൽ ഗുജറാത്തിൽ നോട്ട് ചെയ്തേക്കണേ, സുദർശൻ ലേക്ക്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ്. തമ്രാലി പിറ്റ. പിന്നെ രാജ, മിത്ര, ഫ്രണ്ട്, ഫോർട്ട്, അമാത്യ, അങ്ങനെ നോക്കി. ജനപദ, ടെറിട്ടറി, കോശ, ട്രഷർ. അതാണ് 7 എലമെന്റ്സ്. സ്റ്റേറ്റിന്റെ 7 എലമെന്റ്സ് ആയിട്ട് കൗടില്യ പറയുന്നത്, സപ്താംഗ തിയറി പറയുന്നത്. ഏഴ് ആൾ ഉണ്ടായാലാണ് സ്റ്റേറ്റ് ഉണ്ടാവുക. രാജാവ് വേണം, ഇതിന് ഫ്രണ്ട്, മിത്ര, ഒരു ഫോർട്ട് വേണം, അമാത്യ വേണം, സെക്രട്ടേറിയറ്റ്, ജനപദ വേണം, ടെറിട്ടറി, കോശ, ട്രഷർ, സേന, ആർമി ഇത് വേണമെന്നാ പറയുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും പിന്നീട് എന്ത് ചെയ്യാണ്, ഈ മൗര്യ എംപയർ ഡിക്ലൈൻ ആവാണ്, ഓവർ സെൻട്രലൈസേഷൻ, പിന്നെ ബ്യൂറോക്രസിയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ടാക്സേഷൻ കൂടുതൽ, നോർത്ത് വെസ്റ്റേൺ ഫ്രണ്ടിയർ നെഗ്ലക്ട് ചെയ്യുന്നത്, പിന്നെ ഫിനാൻഷ്യൽ ക്രൈസിസ്, അശോകന്റെ പോളിസീസ് ഒക്കെ ധമ്മ മിഷന് വേണ്ടി ഒരുപാട് ചെലവാക്കി, യുദ്ധമൊക്കെ നടന്നതുമില്ല, യുദ്ധത്തിലൂടെ അല്ലേ വരുമാനം കിട്ടുക. പിന്നെ ഓവർ ടോളറൻസ്, നോൺ വയലന്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ആർമി വീക്കായി, പിന്നെ രാജ്യം വളരും. പിന്നെ അശോകന്റെ അടുത്തിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, മൗര്യ വീണ്ടും പുതിയ സ്ഥലം കീഴടക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ തടഞ്ഞു നിർത്താനോ പറ്റിയില്ല. അതിന്റെ ഭാഗമായിട്ട് പിന്നെ ഒരു വലിയൊരു എംപയർ തകരുമ്പോൾ ഒരുപാട് ചെറിയ എംപയർ കൂടിയിട്ട് വലിയൊരു എംപയർ ഉണ്ടായി. ഈ വലിയ എംപയർ തകരുമ്പോൾ വീണ്ടും ചെറിയ ചെറിയ എംപയർസ് രാജ്യങ്ങൾ ഉണ്ടാവും. അതിലാണ് പുഷ്യമിത്രന്റെ ശുങ്ക വരുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന് മൗര്യൻ ആർമി കമാൻഡറാണ്. അദ്ദേഹം തന്നെ എന്ത് ചെയ്യുന്നത്, ലാസ്റ്റ് മൗര്യൻ എംപയറെ കൊന്നിട്ട് എന്ത് ചെയ്യണം, അദ്ദേഹം ശുങ്ക ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, 1887 BC. പിന്നെ ബ്രാഹ്മിൻസിന്റെ എതിർപ്പ് അദ്ദേഹം നേരിടുന്നുണ്ട്, കാരണം അദ്ദേഹം മതം മാറിയല്ലോ, അപ്പൊ അതിന്റെ ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട്. ശുങ്ക ഡൈനാസ്റ്റി സ്ഥാപിച്ചതോടുകൂടി എന്ത് ചെയ്യാണ്, ആ ഒരു മൗര്യൻ ഡൈനാസ്റ്റി അവിടെ അവസാനിക്കുകയാണ്. പിന്നെ ഓഫീസേഴ്സ്, മൗര്യൻ സ്റ്റേറ്റിലെ ഓഫീസിന് ജസ്റ്റ് പേരും കൂടി അതിന്റെ കൂടെ നോക്കി വെക്കണേ. സന്നിധാനം, ട്രഷറി എന്നൊക്കെ പറയുന്നത് അതൊക്കെ ജസ്റ്റ് നോക്കി വെക്കാം. നായക, സിറ്റി സെക്യൂരിറ്റി, ഇത് ആരോ ആണ്, നോക്കി വെക്കാം. അങ്ങനെ ഉള്ളത് പ്രശസ്തി, പ്രിസൺ ഹെഡ്, സന്നിധാത, ട്രഷറിയുടെ പറയുന്ന പേരാണ്. പിന്നെ കോശദാശി ട്രഷറി ഓഫീസറാണ്. ജസ്റ്റ് അങ്ങനെ അത് നോക്കി വെക്കണം കേട്ടോ. റിപ്പീറ്റ് ചെയ്തൊരു 4-5-10 പ്രാവശ്യം വായിക്കുക. ബൈഹാർട്ട് ചെയ്യാന്നൊക്കെ ബുദ്ധിമുട്ടാണ്, അങ്ങനെ പോകുമ്പോൾ ഓർമ്മ ഉണ്ടാവും. അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലൊക്കെ നിങ്ങൾ ചെറിയ രൂപത്തിൽ കണക്ട് ചെയ്തൊക്കെ മനസ്സിലാക്കി വെക്കാം. അങ്ങനെയൊക്കെയാണ് അത് ഓർത്തെടുക്കാനുള്ള മാർഗങ്ങളുള്ളത്. ഈ സമയത്ത് തന്നെ ഇന്ത്യയിൽ ഡെവലപ്പ് ആവുന്ന ഒരു സംഗതിയാണ്, വേദിക് കാലഘട്ടത്തിന്റെ അവസാനം മുതൽ ജനപദാസിന്റെ കാലഘട്ടം മുതൽ ഇന്ത്യയിൽ ഡെവലപ്പ് ആവുന്ന 2 റിലീജിയസ് അല്ലെങ്കിൽ ഫിലോസഫിക്കൽ ഐഡിയാസ് ആണ് ബുദ്ധിസവും ജൈനിസവും. അതാണ് നമുക്ക് ഇനി പറയാനുള്ളത്. നമ്മൾ അത് നോക്കുന്നത് കുറച്ചൊക്കെ നെയിംസ് ഒക്കെ ചിലപ്പോൾ എന്താണ് ഏതാണ് എന്ന് ചോദിക്കാം.
ഇമ്പോർട്ടന്റ് ആയിട്ട് അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് അങ്ങനത്തെ ടേംസ് ഒക്കെയാണ് പൊതുവെ ചോദിക്കാറ് ആൻഷ്യന്റ് മെഡീവലിലൊക്കെ. ഹിസ്റ്ററിയിൽ ആട്ടകൾച്ചർ റിലേറ്റഡ് ആണ്. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക, ബൈഹാർട്ട് ചെയ്തൊക്കെ ഒന്നും വേണ്ട, റിപ്പീറ്റ് ചെയ്ത് വായിക്കുക, കണക്ട് ചെയ്തൊക്കെ വായിച്ച് വെക്കുക. അറിയുന്നതൊക്കെ കണക്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കുക. അറിയാത്ത നമുക്ക് ഇവിടുന്ന് വന്ന് നമുക്ക് ഒഴിവാക്കല്ല നിവർത്തി ഉണ്ടാവില്ല ക്വസ്റ്റ്യനില്. ഓക്കെ, ഇതാണ് അതിൽ അറിയേണ്ടത്. നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാനുള്ള ബുദ്ധിസം ജൈനിസം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ആർട്ട് ആൻഡ് കൾച്ചർ നമ്മൾ ബുദ്ധിസം ജൈനിസം കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ബുദ്ധിസം ജൈനിസം നമ്മൾ പറയാൻ പോവാണ്. എങ്ങനെ ഉണ്ടായി, ആരൊക്കെയാണ് ലീഡേഴ്സ്, അതിന്റെ കൗൺസിൽസ്, കാര്യങ്ങളൊക്കെ ഇവിടെ പറയും. അതുകൊണ്ട് മനസ്സിലാക്കി വെക്കണം. ബുദ്ധന്റെ സോഴ്സുകൾ, അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന പ്രിൻസിപ്പിൾസ്, ഇതിന്റെ ടീച്ചിങ്സ്, നോവൽ ട്രൂത്ത്, ഗ്രന്ഥങ്ങള്, അങ്ങനത്തെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡിക്ലൈൻ വരെ പറയും. അതിന്റെ സെക്റ്റുകള് ഡിവിഷനായിട്ട് മാറുന്നതൊക്കെ പറയും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ക്ലാസ് വിടാതെ കാണുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്ന ഏരിയാസ് ആണ് സംഘം, ഹാരപ്പ, സംഘം, ബുദ്ധിസം ജൈനിസം, പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇനി പറയാനുള്ള ടോപ്പിക്കാണ് സൂഫിസം, ഭക്തി മൂവ്മെന്റ്, സൂഫി മൂവ്മെന്റ്. അതൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ഏരിയാസ് ആണ്. അതുകൊണ്ട് അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് നമുക്ക് ഇനി പറയാനുള്ളത്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും പറയാം. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. നാളെ ഇതിന്റെ നെക്സ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടും, ബാക്കി കിട്ടും കേട്ടോ. ഇതിന്റെ ബാക്കി റെക്കോർഡായിട്ട് കിട്ടും. PCM ഉള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഇനി മറ്റുള്ള സബ്ജക്ട് ക്ലാസ് ഉണ്ടാവുന്നതാണ്. പിന്നെ നാളെ എന്തോ ഒരു ലീവ് ഉണ്ടോ? ഇല്ലല്ലോ, നമ്മളെ പൂജ എന്തോന്ന് ഇത് വരുന്നില്ലേ? ഓക്കെ, നമ്മൾ അറിയിക്കാം, ഗ്രൂപ്പിലൂടെ അറിയിക്കാം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ട് ചോദിക്കാം. മുമ്പത്തെ ക്ലാസ് കാണാത്ത ആളുകളുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിലുണ്ട്, എടുത്ത് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. കറണ്ട് അഫയേഴ്സ് ഇന്ന് ഇടാൻ പറ്റിയിട്ടില്ല, അധികം നാളെ മോർണിംഗോട് കൂടി ഇടും കേട്ടോ. രാത്രി റെക്കോർഡ് ചെയ്യും. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു ഫുള്ള്. ഓക്കെ, അപ്പൊ അത് കണ്ട് വായിച്ചു തുടങ്ങാം, ബാക്കി ഞാൻ അറിയിക്കാം. പിന്നെ നമ്മുടെ കോഴ്സുകളൊക്കെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യാം, ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അതിനെ കുറിച്ച് അറിയാം. ഇൻഡിവിജ്വൽ മെന്ററിംഗ് ക്ലാസ്സുകൾ, ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഉള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാം. ഓക്കെ.